ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പകൽ സ്തോത്രം സമുദായക്കാരെല്ലാം ഈസ്റ്റർ ആഘോഷിക്കുന്ന പകലാണ്. അവർ രാവിലെ മണിയടിച്ച് കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. 2 ദിവസത്തിന് മുമ്പേ അവർ കർത്താവിനെ കൊണ്ട് ക്രൂശിച്ചു, കയ്പ് കഞ്ഞിയെല്ലാം കുടിച്ചു. 3-ാം ദിവസം മണിയെല്ലാം അടിച്ച് വെളുപ്പിനെ അവരെന്ത് ചെയ്തു? ഉയർപ്പിച്ചു. നമ്മളെ കർത്താവ് അവരെ കൂടെ എല്ലാ വർഷവും മരിച്ച് 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഒരു വട്ടമേ മരിച്ചിട്ടുള്ളൂ, ഒരു വട്ടമേ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ, ഒരു വട്ടമേ കർത്താവ് വരത്തുള്ളൂ. അപ്പോഴും നമ്മളെ ചേർത്തുള്ളൂ. ഇന്ന് നമ്മൾ അവരിൽ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കാത്തിരിക്കും. ആരെ കാത്തിരിക്കുക? ക്രിസ്തുവിനെ കാത്തിരിക്കും. നമ്മൾ ക്രിസ്തുവിന്റെ ആരാണ്? മണവാട്ടികളാണ്. നമ്മളെ വിവാഹം നിശ്ചയിച്ചിട്ട് പോയിരിക്കുവാണ്. നമ്മൾ ക്രിസ്തുവിനെ കാത്തിരിക്കുവാണ്. ക്രിസ്തുവിന്റെ വരവിന്, ക്രിസ്തുവിന്റെ വിളിക്ക് നമ്മൾ ക്രിസ്തുവിനോടൊപ്പം പോകുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇരിക്കുന്നത്. അതാണ് പ്രത്യാശ. സ്തോത്രം, പ്രത്യാശ. അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും ആചരിക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ ഇതിന്റെ പിന്നാലെ പോകാത്തതിന്റെ കാര്യം ഇതാണ്. ഇന്ന് പെന്തക്കോസ്തുകാർക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാർക്ക് ഉണ്ട് കേട്ടോ, പലർക്കും ഉണ്ട്. വെള്ളിയാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച എല്ലാവരും പ്രാർത്ഥനയ്ക്ക്. അവർ പറയുന്നത് ഈ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ട്, അതുകൊണ്ടാണ്. എല്ലാ വെള്ളിയാഴ്ചയും 2-3 പേരാണ് ചെല്ലുന്നത്. 150-200 പേരുള്ള സഭയ്ക്കകത്ത് 10 പേരെല്ലാം ചെല്ലുന്നത്. പക്ഷെ ദുഃഖ വെള്ളിയാഴ്ച പേടി നല്ലതാ, പലപ്പോഴും പേടിയല്ലുള്ളത് നല്ലതാണ്. സ്തോത്രം. എങ്കിലും എനിക്ക് വിഷമമുണ്ട്, ജാതികളെ പോലെ സമുദായക്കാരെ പോലെ നീ ഇത് ആചരിക്കുന്നതിനോർത്ത് നമുക്ക് വിഷമം. ഇതിനു മുമ്പ് ഒരു നോയമ്പെല്ലാം ഉണ്ടായിരുന്നു. മുട്ട തിന്നത്തില്ല, ഇറച്ചി തിന്നത്തില്ല, മീൻ കഴിക്കത്തില്ല, വേറെ ആഹാരം കഴിക്കുക. ദുഃഖ വെള്ളിയാഴ്ച ക്രൂശിക്കാനൊരു കഞ്ഞിയുണ്ട്. കഞ്ഞിയെല്ലാം കുടിച്ച് സ്തോത്രമാല ഇന്ന് മാടും ആടും ഏടി എല്ലാം വെട്ടി ഇറച്ചി ഏതെല്ലാം ഉപേക്ഷിച്ച് അതെല്ലാം ഇരട്ടി നിന്ന് അമിതാല സ്തോത്രം ബാക്കിയൂടെ കഴിച്ച് മൂക്കി കൂടെ ഇറങ്ങി വരുന്ന രീതിയിലുള്ള കഴിപ്പ് കഴിച്ചൊക്കെ പറയുക ഇന്ന് ഈസ്റ്ററാണ്. സ്തോത്രം, നല്ലതാ. എനിക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു ക്രിസ്തുവിനെയാണല്ലോ ഉയർത്തുന്നത്, അമ്പനാന്റെ പേരാണല്ലോ പറയുന്നത്. അതിനെ ഓർത്തിയാണ് ഇവരുടെ സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക. അമ്മ സ്തോത്രം. ഇതറിയാതെ അച്ഛൻ പോലും മാറ്റി വെച്ചേക്കുക. നോയമ്പെന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം. ഉപവാസം, നോയമ്പ് എന്നെല്ലാം പറയുന്നത് നമ്മളെ ശുദ്ധീകരിക്കുന്നതായിരിക്കും. നമ്മുടെ ഹൃദയത്തെ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. നമുക്കൊരു മാറ്റം ഉണ്ടാവണം. നമുക്കൊരു മാറ്റമില്ല എങ്കിൽ ഈ വാസം ഇരുന്നിട്ടോ നോയമ്പ് ഇരുന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല. എവിടെ മാറ്റം വരേണ്ടത്? പുറമേയല്ല മാറ്റം വരേണ്ടത്, അകമയ മാറ്റം വരേണ്ടത്. അകമയ മാറ്റം വരുത്തുന്നവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. സ്തോത്രം. അതിന് മുമ്പേ ഒരു കാര്യം ഞാൻ പറയുക, സ്തോത്രം, സഭയോട് പറയുക. ഇലക്ഷൻ എല്ലാം അടുത്തു. സ്തോത്രം, അതിലെ അടുത്ത ആഴ്ച ഇലക്ഷൻ വോട്ടിടാൻ പോകുന്നുണ്ട്. ന്യായമുള്ളത് വോട്ട് ചെയ്യുക. അതെല്ലാം നിങ്ങളെ മൗലികാവകാശമാണ്. ആർക്ക് വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യണ്ട എന്നുള്ളത്. പക്ഷെ ദൈവമക്കൾ എപ്പോഴും ന്യായത്തിന്റെ കൂടെ ആയിരിക്കണം എന്ന് ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുക. പക്ഷെ ഞാൻ പച്ചക്കായിട്ട് പറയുക, BJP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് വോട്ട് കൊടുക്കുക. സ്തോത്രം. ആ പാർട്ടിയുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല. സ്തോത്രം. അവരുടെ അമികാലിലെ പ്ലാനിനും പദ്ധതിക്കും നമുക്കൊരു പ്ലാനും പദ്ധതിക്കും ബന്ധമില്ല. വേറെ നിങ്ങളുടെ അവകാശമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വോട്ട് ചെയ്യുക. അത് നിങ്ങളുടെ മനസ്സാണ്. നിങ്ങൾക്ക് തീരുമാനം എടുക്കുന്നവർക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ന്യായമുള്ളതിന്, എല്ലാത്തിനും ന്യായമില്ലെന്ന് എനിക്കറിയാം. സ്വന്തം എങ്കിലും കുറച്ചെങ്കിലും ന്യായമുള്ളതിന് എന്ത് ചെയ്യുക? വോട്ട് ചെയ്യുക. നീതിയുള്ളതിന് വോട്ട് ചെയ്യുക. സ്തോത്രം. അതായിരിക്കും ദൈവമക്കൾക്ക് നല്ലത്. ഈ വോട്ടൊന്നുമല്ല നമ്മളെ എത്തിക്കുന്നത്. നമ്മൾ സ്തോത്രമല്ല ഈ വോട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയോജനമൊന്നുമില്ല. നമുക്ക് പ്രയോജനം നമ്മൾ കഷ്ടപ്പെട്ടാലേ പ്രയോജനമുള്ളൂ. നമ്മളെ മേൽ കരുണയുണ്ടെങ്കിലും ദൈവത്തിന്റെ ദയവുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. സ്തോത്രം. ചിലപ്പോൾ പാസ്റ്റർ എന്തിനാ രാഷ്ട്രീയം പറഞ്ഞൊന്നും പറയത്തില്ല. ഞാൻ ഒറ്റ രാഷ്ട്രീയം പറയത്തുള്ളൂ, BJP വോട്ട് ചെയ്യും. സ്തോത്രം. അത് ഞാൻ പച്ചനെ പറയും. എനിക്ക് തല പോയാലും ഞാൻ പറയും വോട്ട് കൊടുക്കാൻ. സ്തോത്രം എന്ന് പറഞ്ഞാൽ അതൊരു ജാതിയാക്കാൻ നോക്കുക. സ്തോത്രം. ഒരു സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുക. പണ്ട് ഇന്ത്യക്കകത്തുള്ള ഒരു ഐക്യത, സ്വാതന്ത്ര്യമുണ്ട്, അത് നഷ്ടപ്പെടുത്തുക. എന്നിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിനോട് വോട്ട് കൊടുക്കുക. അതിന് മാത്രമേ ഉള്ളൂ എനിക്ക് വിരോധം. വേറെ ഒന്നിനോടും എനിക്ക് വിരോധമില്ല.
ബാക്കിയെല്ലാം അവരോട് ഇഷ്ടം, ദൈവം ചെയ്യട്ടെ, അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നേരത്തെ ഞാൻ വിളിച്ചു പറഞ്ഞതുപോലെ കർത്താവ് സാക്ഷ്യം പറഞ്ഞപ്പോൾ സ്തോത്രം ഒരു വാക്യം പറഞ്ഞു. എനിക്കത് ഇഷ്ടപ്പെട്ടു. എനിക്കത് ഭയങ്കര മനസ്സിനകത്ത് കൊണ്ടു. ആ സാക്ഷ്യത്തിനകത്ത് ആ വാക്യം പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു. കർത്താവായ യേശുവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനം, അവര് വീട് മറന്നു, നാട് മറന്നു, സമയങ്ങൾ മറന്നു. സ്തോത്രമാലവി അവര് ആരുടെ കീഴിലിരിക്കുക? യേശുവിന്റെ കീഴിലിരിക്കുക. വചനത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തോണ്ടിരിക്കുക. ദൈവം പറയുന്ന വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തോണ്ടിരിക്കുക. അവരോട് യേശുവിന് മനസ്സലിവുണ്ടായി. അപ്പൊ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ വീടിന് പ്രാധാന്യം കൊടുക്കാതെ, കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കാതെ, സ്വന്തമാകെ മറ്റു ജോലിക്ക് പ്രാധാന്യം കൊടുക്കാതെ അവർ വേർവിട്ട് യേശു എവിടെയിരിക്കുന്നു അവിടെ വന്ന്, ദേവാലയത്തിനകത്തല്ല, യേശു എവിടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവിടെ വന്ന് യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുക. ഈ ദൈവവചനം കേൾക്കുക, പ്രാർത്ഥന അവർ കൈക്കൊള്ളുക. എന്നിട്ട് അവരോട് ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, കർത്താവായ യേശു ഇവിടെ ഒന്നുമില്ല, നിർജ്ജന സ്ഥലമാണ്, ഇവിടെ ഒന്നും കിട്ടത്തില്ല. അവരെ ഒരിക്കൽ ആരും ചെയ്യും, അടുത്തുള്ള പട്ടണത്തിലേക്ക് പറഞ്ഞയക്കും. അവര് എന്തെങ്കിലും പോയി കഴിക്കട്ടെ. അവര് കുറച്ച് സ്തോത്രം കുറെ നേരം കൊണ്ട് ഇരിക്കുവല്ലയോ, അവർ ദൈവവചനം കേട്ടോണ്ടിരിക്കുവല്ലയോ, അവർ യേശുവിനെ അനുസരിച്ചുകൊണ്ടിരിക്കുവല്ലയോ, ഇനിയെങ്കിലും അവരെ അയക്കും. പിതാവ് അടുത്ത വാക്യത്തിനകത്ത് പറയുന്നു, യേശു അവരോട് മനസ്സലിവുണ്ടായി. അവരെ അങ്ങനെ പട്ടിണിക്ക് ഇടുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. ദൈവം എന്ത് ചെയ്തു? മനസ്സലിഞ്ഞു. അവർക്ക് വേണ്ടത് ആഹാരമാണ്. അവർ ഇതുവരെ കേട്ട ദൈവത്തിന്റെ വചനത്തിന് ഏറ്റെടുക്കുന്നത് കണ്ടു. ദൈവവചനത്തിനകത്ത് അവർ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് കണ്ടു. അവർക്ക് വിശമെന്ന് പറഞ്ഞില്ല, അവർ എഴുന്നേറ്റ് നിന്ന് വിശമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നത്തെ സഭയ്ക്കകത്ത് 12 മണി കഴിഞ്ഞ് ആരാധന നിർത്തിയില്ലെങ്കിൽ എനിക്ക് ഡയബറ്റിക്ക, എനിക്ക് വിശക്കുന്നു എന്നൊന്നും പറഞ്ഞില്ല. ഭാഷ നിർത്തിക്കോണം എന്നൊന്നും പറഞ്ഞില്ല. അവര് സമയമൊന്നും നോക്കിയില്ല. അവര് ദിവസം കൊണ്ടിരിക്കുക, അവര് മണിക്കൂർ കൊണ്ടിരിക്കുക, അവർ കാത്തിരിക്കുക. അവർക്ക് ആഹാരത്തിന്റെ കാട്ടി, ജഡത്തിനകത്തുള്ള ആഹാരത്തിന്റെ കാട്ടി പ്രാധാന്യം അവർ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കും. എന്തുകൊണ്ട് ദൈവം മനസ്സലിഞ്ഞെന്ന് കൂട്ടണം. എന്തുകൊണ്ട് യേശു അവരോട് മനസ്സലിഞ്ഞു? എന്തുകൊണ്ടാണ് യേശു അവരോട് മനസ്സലിഞ്ഞത്? അവർ ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെട്ടിരിക്കുക, ദൈവവചനത്തെ ഏറ്റെടുക്കുക. അവർ സമയം വൈകിയപ്പോൾ ശിഷ്യന്മാരാന്ന് പറയുന്നത്, ഇത് നിർജ്ജന സ്ഥലമാ, ഇവിടെ ആഹാരം കൊടുക്കാനില്ല. കാര്യം എന്തുവാ? അവർക്ക് കഴിക്കാനുള്ള ഫുഡേ ഉള്ളൂ, വേറെ ആർക്കും കൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അത് വച്ചേക്കോ. സ്തോത്രം. യേശുവിന്റെ അടുത്ത് അവര് പറഞ്ഞില്ല, ഞങ്ങൾക്ക് വിശന്നു പറഞ്ഞില്ല, അയ്യോ നേരം വൈകുന്നു പറഞ്ഞില്ല, അയ്യോ ഞങ്ങൾക്ക് മടങ്ങി പോണോന്ന് പറഞ്ഞില്ല. സ്തോത്രം. അവര് മടങ്ങിപ്പോന്നു. അപ്പൊ അത്രയ്ക്ക് തീഷ്ണത ആർക്ക് കൊടുത്തു? ദൈവത്തിന് കൊടുത്തു, ദൈവത്തിന്റെ വചനത്തിന് കൊടുത്തു, ദൈവത്തിന് കേൾക്കുന്ന ഓരോ വാക്കിന് കൊടുത്തു, അത്ഭുതങ്ങൾക്ക് കൊടുത്തു, അടയാളത്തിന് കൊടുത്തു, വിടുതലിന് കൊടുത്തു, സൗഖ്യത്തിന് കൊടുത്തു, യേശുവിന് പ്രാധാന്യം കൊടുത്തു. അപ്പോഴാ യേശു പറഞ്ഞ് അവരെ തനിച്ചു വിടുന്നത് ശരിയല്ല, അവരെ ഇങ്ങനെ ക്ഷീണിതയോട് വിടുന്നത് ശരിയല്ല, അവർക്ക് എന്ത് ചെയ്യണം? ആഹാരം. അതിനകത്ത് ഒരു വാക്ക് വരുന്നുണ്ട്, യേശുവിന് എന്ത് ചെയ്യണം? മനസ്സറിയണം. അപ്പൊ ഇന്ന് പകരം ഞാൻ ദൈവസഭയോട് പറയുക, സഭയിലെ ദൈവജനത്തോട് പറയുക, എന്ന് യേശുവിന് നമ്മളോട് എന്ത് ചെയ്യണം? മനസ്സറിയണം. മനസ്സറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവം പറയുന്ന കാര്യങ്ങൾക്ക്, ദൈവത്തിന്റെ വാക്കുകളില് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യണം? ഇമ്പോർട്ടന്റ് കൊടുക്കണം. നമ്മളെ കുടുംബത്തിനായാലും, നമ്മളെ ജോലിയിലായാലും, നമ്മളെ സംസാരത്തിലായാലും, നമ്മളെ പ്രവൃത്തിയിലായാലും, പോക്കില് വരവിലെല്ലാം ദൈവത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായി ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, ദൈവം നിശ്ചയമായി ആരെ അനുഗ്രഹിക്കും? നമ്മളെ അനുഗ്രഹിക്കും. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്നപ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞു. ഞാൻ ദൈവത്തെ സ്തുതിക്കും. അവര് അമേരിക്കയിൽ അന്ന് വന്നു. അവരുടെ മോനെ ഒരു സാക്ഷ്യം പറഞ്ഞു. സ്തോത്രം. അവരുടെ മോനും മരുമകൾക്കും ചിക്കൻ ഗുനിയാണ്. ചിക്കൻ ഗുനിയല്ല, ചിക്കൻ പോക്സ്. ചിക്കൻ ഗുനിയല്ല, ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സ് വന്നപ്പോൾ ഇവർക്ക് മാതാപിതാക്കൾക്ക് എല്ലാം വിഷമമായോ, ഇനി എന്തോ ഈ ചിക്കൻ ബോക്സ് ഉള്ള ഒരൊറ്റയ്ക്കേ ഉള്ളല്ലോ, അവര് ഒരു കുഞ്ഞുമുണ്ട്, മോനുമുണ്ട്, എന്തോ ഈ അവര് വിഷമിച്ചു. പക്ഷേ അതിന്റെ ഈ ചിക്കൻ ബോക്സ് വന്നത് കൊണ്ടുള്ള പ്രയോജനം എന്തുവാന്ന് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ കാര്യം മോക്ക്
ജോലി അവർ താമസിക്കുന്നത് ജോലി ചെയ്യുന്ന സ്ഥലവും അടുത്താണ്. മോന്റെ ജോലി സ്ഥലം ഒരുപാട് ദൂരെ. അപ്പോഴീ ദൂരെ പോയാൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഈ ചിക്കൻ ബോക്സ് വന്നതുകൊണ്ട് മോൻ എന്ത് ചെയ്തു? അത് വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്തു. വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്തപ്പോൾ ആ ജോലി സ്ഥലത്തെ ആ അല്ലെങ്കിൽ അതിന്റെ സ്ഥാപനത്തിലുകാർക്ക് മോന്റെ ജോലിയോടുള്ള വിശ്വസ്തതയും ജോലിയെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു, ഇനി നീ വീട്ടിൽ ഇരുന്ന് ചെയ്തോ, ഇത്രയും ദൂരം വരണ്ട, ഞങ്ങൾ വർക്ക് തരും, നീ വീട്ടിൽ ഇരുന്ന് ചെയ്താൽ മതി, എന്ത് ചെയ്താൽ മതി, നീ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ പറയുന്ന സമയങ്ങളിൽ വന്നാൽ മതി. ലോട്ടറി അടിച്ചു പോലെ കാര്യം എന്തുവാ? വീട്ടിലെ കാര്യങ്ങൾ നോക്കാം, സ്തോത്രമാരുടെ വീട്ടിലെ ആളുകൊണ്ട് മോന്റെ കാര്യം നോക്കാം, വൈഫ് പോലും വരും, വൈഫ് ഡ്യൂട്ടിക്ക് പോകും, തിരിച്ചു വരും, അപ്പൊ എല്ലാ കാര്യവും നോക്കാം. അപ്പോൾ ഒരു ചിക്കൻ ബോക്സ് വന്നപ്പോൾ പ്രയോജനപ്പെട്ടല്ലോ. ആദ്യം ചിക്കൻ ബോക്സ് വന്നപ്പോൾ അവർ വിഷമിച്ചു, അവർ കരഞ്ഞു, ചിക്കൻ ബോക്സ് മാറണേന്ന് പറഞ്ഞു. പക്ഷെ ചിക്കൻ ബോക്സ് വന്നതുകൊണ്ടാണ് ഈ അവസരം ആർക്ക് കിട്ടിയത്? ആ കുടുംബത്തിന് കിട്ടി. അപ്പൊ ഞാൻ ദൈവത്തെ സ്തുതിച്ച്, കർത്താവേ, ഒരു രോഗം വരുന്നെങ്കിലും ദൈവത്തിന് മഹത്വം. രോഗം വന്നതും ദൈവത്തിന് ഒരു മഹത്വമുണ്ട്, ദൈവത്തിന് മഹത്വം എടുക്കാനുണ്ട്. രോഗത്തിന്റെ വിടുതൽ തരുന്ന ദൈവമാ. ആ രോഗം വന്ന് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് ലാഭമാക്കേണ്ടത് ആരാ? സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, ചിലവർക്കുണ്ട് ചില രോഗങ്ങൾ, ദൈവവചനം പറയുന്നുണ്ട്, ചില രോഗങ്ങൾ വഴുതനാൽ പോയി, കയ്യിലുള്ള പൈസ ചെലവിട്ടു, എല്ലാം ചെലവിട്ടാലും ചില രോഗത്തിനകത്തൊന്നും സൗഖ്യം കിട്ടുന്നില്ല. സൗഖ്യം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അവര് ദൈവസ്ഥാനി ഉടനെ ദൈവസ്ഥാനി ഏൽപ്പിച്ച് ദൈവത്തിന്റെ സ്ഥനിയിൽ നിന്നാൽ മാത്രമേ അവർക്ക് സൗഖ്യം ലഭിക്കൂ. ചിലവർക്ക് വൈദ്യനാഥത്ത് പോയി കഴിഞ്ഞാൽ സൗഖ്യം കിട്ടും, വൈദ്യനടുത്ത് പോയാൽ സൗഖ്യം കിട്ടും, സ്തോത്രം, മരുന്ന് കഴിച്ചാൽ സൗഖ്യം കിട്ടും. പക്ഷെ അവിടെ ആര് ചെയ്യണം? ദൈവം അത്ഭുതം ചെയ്യണം. പക്ഷേ ഒരു രോഗവും ദൈവത്തെ പരീക്ഷിക്കുന്നയാവും. ദൈവത്തെ പരീക്ഷിക്കുന്നത് നമുക്ക് ചില അവസരങ്ങൾ വരുന്ന അനുസരിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമ്മൾ അത് ചെയ്യാൻ മുൻകൂട്ടി ചെയ്യണം. സ്തോത്രം. ഇപ്പൊ ഒരാള് പ്രാർത്ഥിക്കാൻ എന്നോട് വിളിച്ചാൽ ചില രോഗങ്ങളെ കർത്താവ് വെളിപ്പെടുത്തി തരും, ചില രോഗങ്ങളെ കർത്താവ് വെളിപ്പെടുത്തി തരും, ചില രോഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാലേ വിട്ടു കിട്ടും. ചില രോഗങ്ങൾ നിന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്താൻ തരുന്നതാണ്, ചില രോഗങ്ങൾ കർത്താവിനെ നീ ഒന്ന് രുചിച്ചറിയാൻ വേണ്ടി തരുന്നതാണ്. ഇതെല്ലാം നമ്മൾ പറയും, ചില രോഗങ്ങൾ പറയും, ചില അവസരങ്ങളിൽ പൊക്കും, അത് ദൈവം ട്രീറ്റ്മെന്റ് ചെയ്തും ദൈവം വിടുതൽ തരുന്നു. അവിടെ ആരാ ചെയ്യേണ്ടത്? ദൈവമാണ്. അപ്പോഴതിനെ മറുത്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. ചില സമയങ്ങളിൽ നമ്മൾ പോകുന്നല്ലാതെ അതിനകത്ത് എന്ത് ചെയ്യും? വിടുതൽ കിട്ടുന്നില്ല. ചില രോഗങ്ങൾ കർത്താവ് സൗഖ്യം തരും. അത് അത്രമാത്രം വിശ്വാസം ആരോടുണ്ടാകണം? ദൈവത്തോടുണ്ടാകണം. ഞാൻ ഒരു കാര്യം പറയാം. അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു. അബ്രഹാമിനോട് ദൈവം സംസാരിച്ചത് എന്തുകൊണ്ടാണ്? അബ്രഹാമിനോട് ദൈവത്തിന്റെ വചനത്തിനകത്ത് പഠിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. ഓരോ കാര്യം ചെയ്തുമേ അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു. അല്ലെ ദൂതന്മാരെ അയക്കും, അല്ലെ പ്രവാചകന്മാരെ അയക്കും, അബ്രഹാമിനെ വെളിപ്പെടുത്തി കൊടുക്കും. അബ്രഹാം അതിനനുസരിച്ച് എന്ത് ചെയ്യും? അത് ചെയ്യും, വിശ്വസിയോട് ചെയ്യും. അതുകൊണ്ടാണ് അബ്രഹാമിനോട് എന്ത് ചെയ്തേ? വേഗം വീണ്ടും ആര് സംസാരിച്ചുകൊണ്ടിരുന്നത്? ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുന്നുവെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാ. കാര്യം ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നു. ചിലപ്പോൾ പ്രവാചകൻ വഴിയാവാം, പാസ്റ്റർ വഴിയാവാം, അല്ലെങ്കിൽ സ്തോത്രം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാവാം. ഇതെല്ലാം നമ്മളോട് സംസാരിക്കുന്നതിന്റെ കാര്യം എന്തുവാ? ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ പാപത്തെ വെളിപ്പെടുത്തി തരുന്നത് എന്തുകൊണ്ടാണ്? ദൈവം അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പാവം വെളിപ്പെടുത്തി എന്ന് പറയുന്നത് ദൈവം നമ്മളെ വെറുക്കുന്നതുകൊണ്ടല്ല. പാവം മാറ്റിയാലേ ആർക്ക് സ്നേഹിക്കാൻ പറ്റൂ? ദൈവത്തിന് സ്നേഹിക്കാൻ പറ്റൂ. അത് വീണ്ടും കർത്താവ് എന്നെയും നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തി തരുന്നത്. സ്തോത്രം. അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു, കർത്താവ് ഇറങ്ങി വന്ന് സംസാരിച്ചു. ഞാൻ അപ്പോഴും ഓർക്കാറുണ്ട്, ചിലവർ എന്നോട് പറയാറുണ്ട്, അബ്രഹാമിനോട് ദൈവം സംസാരിച്ചെങ്കിൽ എന്നോടും അതേപോലെ സംസാരിച്ചില്ലല്ലോ. ആദ്യം എനിക്ക് ഉത്തരവില്ലായിരുന്നു. സ്തോത്രം. ഒരു സഭയ്ക്ക് പോയി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സഭയ്ക്കകത്ത് അവർ ഒരു പൈതലിന്റെ അടുത്ത് ദൂത് പറഞ്ഞു. ശക്തമേറിയ ദൈവത്തിന്റെ ആലോചന പ്രവചനത്തിൽ ദൈവം തന്ന വെളിപ്പാട് പ്രകാരം അവരോട് ദൂത് പറഞ്ഞു. അവന്റെ പ്രസന്റിൽ അവൻ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം പറഞ്ഞു, നടന്നു കഴിഞ്ഞ സംഭവം പറഞ്ഞു, നടക്കാൻ പോകുന്ന സംഭവം പറഞ്ഞു. 3 കാലഘട്ടം അവന്റെ അടുത്ത് ദൂത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം നടന്ന സംഭവം കേട്ടപ്പോഴേ അവർ ഇന്നോരെല്ലാം പറഞ്ഞ് അവര് കറക്റ്റ് ദൂതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. നടക്കാൻ പോകുന്ന കാര്യം പറഞ്ഞു. ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സ്തോത്രം, അല്ലെങ്കിൽ അവിടുന്ന് പാസ്റ്ററിന്റെ നമ്പർ, അവിടെ പാസ്റ്ററിനോട് ചോദിച്ച് എന്റെ നമ്പർ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചൊരു ഭാഗ്യം. സ്തോത്രം. ദൈവം എന്നോട് എന്താ സംസാരിക്കുക? അവന് ദൈവം നിന്നോട് അങ്ങോട്ട് സംസാരിച്ചത്.
ദൈവം എന്നോട് സംസാരിച്ചത് ദൈവത്തിന്റെ ആത്മാവല്ല, അത് എന്റെ ബുദ്ധിയോ എന്റെ ജ്ഞാനമോ എന്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതല്ല ഞാൻ സംസാരിച്ചത്. എന്നോട് ദൈവം സംസാരിച്ചത് എന്നോട് സംസാരിച്ചത്. അപ്പൊ ദൈവം എന്നോട് സംസാരിച്ചു. എടുത്ത വായ്പ എന്നോട് പറഞ്ഞു, ദൈവം എന്നോട് സംസാരിച്ചെങ്കിൽ അബ്രഹാമിനോട് സംസാരിച്ച പോലെ എന്നോടൊന്ന് സംസാരിക്കണം. എനിക്ക് ആദ്യം മറുപടി ഇല്ല. അല്ലെങ്കിൽ അവനോട് ദൈവം സംസാരിച്ചു. എങ്ങനെ സംസാരിച്ചേ? അതിന് മുഖാന്തരമാവാൻ ഭാഗ്യം ഒരുക്കി തന്ന എനിക്കാണ്. ഞാൻ അവനോട് ദൂത് പറഞ്ഞത്, ദൈവം എനിക്ക് തന്ന ദൂതാ പറഞ്ഞത്, അല്ലാതെ ഞാൻ ഉണ്ടാക്കിയ ദൂതല്ല പറഞ്ഞത്. എനിക്ക് വെളിപ്പെട്ട് ദൈവം തന്ന ദൂതാണ് അവനോട് ഞാൻ പറഞ്ഞത്. സ്തോത്രം. അവൻ ഏതാണെന്ന് പോലും എനിക്കറിയത്തില്ല. എങ്കിലും ഈ സഹോദരൻ എന്നോട് പറയുക, സ്തോത്രം, എന്നോടെന്താ സംസാരിക്കുന്നത്? അപ്പൊ എനിക്കതിനെ പറ്റി എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇവൻ 2-3 ദിവസം എനിക്കങ്ങ് ശല്യമായി, ഫോണിൽ കൂടെ എനിക്കങ്ങ് ശല്യമായി. അവസാനം ഞാൻ ദൈവസ്ഥനെ പ്രാർത്ഥിച്ചു, കർത്താവേ, അവൻ ചോദിക്കുന്ന കറക്റ്റാണല്ലോ, അവനോടൊന്ന് സംസാരിക്കാത്തത്. അവൻ പറയുന്നത് ഇങ്ങനെ ഡയറക്റ്റ് എന്നോടൊന്ന് ദൈവം സംസാരിക്കട്ടെ. അവസാനം അവർ പറയുന്നത് ഡയറക്റ്റ് കാരണം ഇതുവരെ ദൈവം സംസാരിച്ചിട്ട് അവന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കർത്താവേ, അവന് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യം കൊടുക്കണം എന്നെല്ലാം പ്രാർത്ഥിച്ചു. നടന്നില്ല. ലാസ്റ്റ് എന്നോട് പറഞ്ഞു, ദൈവനോട് പറഞ്ഞു, ലാസ്റ്റ് അവൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കും, എന്തുവാ കറക്റ്റായിട്ടൊരു ചോദ്യം. അപ്പോഴാണ് പറയുന്നത്, എന്നോട് ഡയറക്റ്റ് എന്താ ദൈവം സംസാരിക്കാൻ. അപ്പോഴെനിക്ക് മറുപടി ഇല്ല. ഞാൻ കർത്താവിനോട് വെച്ച്, കർത്താവെ, എന്താ കർത്താവെ അവനോട് ഡയറക്റ്റ് സംസാരിക്കാൻ? അതിനെ കുറിച്ചുള്ള ദൂതത, പ്രവചനത. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചത്, എന്തുകൊണ്ടാണ് അവനോട് ഡയറക്റ്റ് കർത്താവ് സംസാരിക്കാൻ? അവൻ എടുത്തതായി പറഞ്ഞ അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു, ബൈബിളിൽ കണ്ടു. യാക്കോബിനോട് സംസാരിച്ചു, ബൈബിളിൽ കണ്ടു. യോസഫിനോട് സംസാരിച്ചു, ബൈബിളിൽ കണ്ടു. എന്നോടെന്താ സംസാരിക്കുന്നത്? അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ പറഞ്ഞ കറക്റ്റല്ലേ, ചോദിക്കുന്ന ചോദ്യങ്ങൾ കറക്റ്റല്ലേ, ഞാൻ എന്തു കർത്താവെ ഇതിനകത്ത് ഉത്തരം പറയേണ്ടത്? കർത്താവ് പറഞ്ഞു, നീ അബ്രഹാമിനെ പോലെ നാവ്, അപ്പോൾ ഞാൻ സംസാരിക്കാം. കറക്റ്റ് ഉത്തരവാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഒരാൾ എന്നോട് പറയാ, എന്താ കർത്താവ് ഞങ്ങൾ ഇത്രയും വാസിച്ചിട്ട് വാസം രണ്ട് രോഗം മാറാത്തത്? രോഗം മാറണമെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നീ ഒന്ന് മാറ്. ദൈവം തന്നെ നീ സൗഖ്യമാകും. സൗഖ്യം കർത്താവ് പേടിച്ചു വെച്ചിട്ടില്ല. കർത്താവ് എല്ലാവർക്കും സൗഖ്യം വെച്ചിട്ടുണ്ട്. എന്തുവാ, എങ്ങനെയാ സൗഖ്യം വെച്ചേക്കുന്നത്? കാൽവരിയിൽ ഒഴുക്കിയ രക്തത്താൽ സൗഖ്യം. കാൽവരിയിൽ ഒഴുക്കിയ രക്തം എന്തോ പറയുന്നത്, നിന്റെ സകല രോഗത്തെയും ശാപത്തെയും കഴുകിക്കളഞ്ഞു, ശുദ്ധീകരിച്ചു. എങ്കിൽ നീ ശാപത്തിൽ നിനക്ക് വന്ന രോഗമായാലും നിന്റെ ശരീരത്തിന് ഇടയ്ക്ക് കൊണ്ടുവരുന്ന രോഗമായാലും അതിനെ സൗഖ്യമാക്കുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. അത് വിശ്വസിക്കുന്നവരെ കഴിയും. ഞാൻ യേശുവിന്റെ രക്തത്തിൽ ജയം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. യേശുവിനെ അത്രമാത്രം വിശ്വസിക്കണം, യേശുവിനെ അത്രമാത്രം ഏറ്റെടുക്കണം. ഏറ്റെടുക്കുന്നെങ്കിൽ ആർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ? ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. എനിക്ക് അപ്പോഴൊരു കാര്യം മനസ്സിലായി. അബ്രഹാം എന്തോ ക്വാളിറ്റി, ദൈവം സംസാരിക്കാൻ അബ്രഹാം എന്തോ ക്വാളിറ്റി. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിനകത്ത് നീ വായിക്കുമ്പോ, നീ വായിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ വചനത്തിനകത്ത് വിളിച്ചു പറയുന്നു അബ്രഹാമിന്റെ ക്വാളിറ്റി എന്തു പറയുന്നത്? അബ്രഹാമിന്റെ ക്വാളിറ്റി ഉണ്ട് ദൈവമക്കളെ. സമ്പത്തിൽ, അതിസമ്പത്തിൽ, ബന്ധുമിത്രാദികളൊപ്പം ദേശത്ത് മാന്യമായിട്ട് അനേകം ജോലിക്കാരുണ്ട്, കീഴില് അനേകം അധികാരങ്ങളുണ്ട്. അവരുടെ ബന്ധുമിത്രാദികളുടെ മധ്യേ പ്രമാണിയായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിനകത്ത് അബ്രഹാമിനോട് ദൈവം പറയുക, സകലതും വിട്ട് ഞാൻ പറയുന്ന ദേശത്തേക്ക് പോകും. നമ്മള് പോകും. കർത്താവെ, ഞാൻ ഇവിടെ ഇരിക്കാം, ഞാൻ ഇവിടെ അങ്ങേക്ക് വേണ്ടി ജീവിക്കാം, അങ്ങ് ആഗ്രഹിക്കുന്ന പ്രകാരം ജീവിക്കാം. എൻ്റെ ബന്ധുക്കളും എൻ്റെ സ്വന്തക്കാരും എല്ലാം ഉള്ള ഇവിടെ ഞാൻ ഇന്ന് പ്രമാണിയായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് വേറെ സ്തോത്രമാലിക കുറവുകളൊന്നും ഇല്ല, എനിക്കെല്ലാം ഉണ്ട്. പിന്നെ എന്തിനാ ദൈവം പറയുന്നത് ഞാൻ കേൾക്കുന്നു? ഇങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട്. പുതിയ നിയമസഭയ്ക്കകത്തുള്ള നമ്മൾ ഇത് തന്നെ ചോദിക്കുന്നത്. കാര്യം എന്തുവാ? പുതിയ സഭയ്ക്കകത്ത് ആരൊക്കെ വന്നിട്ടുണ്ട്? അവരെല്ലാം തകർക്കപ്പെട്ടിട്ടാണ് വന്നത്. ആരും ഉണ്ടായിട്ടല്ല വന്നത്. എല്ലാ രീതിയിലും ഒന്നീ സാമ്പത്തിക നഷ്ടത്തില, അല്ലെങ്കിൽ മാനസിക നഷ്ടത്തില, അല്ലെങ്കിൽ ശാരീരിക രോഗത്തില. ഇങ്ങനെ വന്ന എല്ലാവരും ബലപ്പെട്ട് ഇന്ന് സഭയ്ക്കകത്തുള്ള ഇല്ലയോ? ആരെങ്കിലും പറയാമോ? അല്ലാതെ ഞാൻ ഭയങ്കര പ്രൗഢിയോടിരുന്നപ്പോഴാ വന്നെന്ന് പറയാൻ പറ്റും? ഒറ്റ ഒരുത്തൻ പറയാ ഞാൻ ചങ്കൂറ്റുണ്ടെങ്കിൽ അവരെ സമ്മതിച്ചു കൊടുക്കാം, പറയാൻ പറ്റുമോ? പ്രശ്നത്തിലാവുന്നത്, പ്രശ്നത്തിന്റെ മേൽ പ്രശ്നമായിട്ടാവുന്നത്. സന്തോഷത്തോടൊന്നും അല്ല വന്നത്, പ്രശ്നത്തിന് മേൽ പ്രശ്നമായിട്ട് ഈ യേശുവിന് മാത്രമേ എനിക്ക് സന്തോഷം തരുവാന്ന് പൂർണ്ണമായി രുചിച്ചറിഞ്ഞിട്ടാവുന്നത്. അബ്രഹാം പിതാവ് ഇങ്ങനൊന്നും അല്ല വന്നത്. അബ്രഹാം പിതാവ് എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സൗഭാഗ്യം അനുഭവിച്ചുകൊണ്ടിരിക്കും. ഞാൻ പലപ്പോഴും ദൈവമക്കളോട് പറയാറുണ്ട്, ഞാൻ പലപ്പോഴും നമ്മുടെ സഭയ്ക്കകത്ത് പറയുന്നൊരു കാര്യമുണ്ട്.
നമുക്ക് എന്ത് യോഗ്യതകളെല്ലാം അനുഭവിക്കാം. ബലഹീനകളും കുറവുകളും വീഴ്ചകളും ഉണ്ടായിട്ട് പോലും നമ്മളെ ഇത്രമാത്രം കർത്താവ് സ്നേഹിപ്പാൻ നമുക്ക് എന്തോ യോഗ്യത ഇല്ലയോ? നമുക്ക് എന്തോ യോഗ്യത? നമ്മളെ കുടുംബത്തിന്റെ പാരമ്പര്യ യോഗ്യതയുണ്ടോ? പറയാൻ യോഗ്യതയുണ്ടോ? സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചുകൊണ്ടിരുന്നു സദൂക്കരും അബിഗാലും സ്തോത്രം ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് അബിഗാലും ലേവിയരും സദൂക്കരും എല്ലാം ദൈവസന്നിധിയിലേക്ക് സ്നാനപ്പെടുവാൻ യോഹന്നാന്റെ അടുത്തേക്ക് വന്നപ്പോൾ യോഹന്നാൻ പറഞ്ഞു, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ നിങ്ങളെ ആരാണ് ഇത് പഠിപ്പിച്ചത്? അവൻ അബ്രഹാമിന്റെ മക്കളെന്ന് പിതാവ് അബ്രഹാമിന്റെ മക്കളാണെന്ന് നിങ്ങൾ ഉള്ളം കൊണ്ട് പറയരുതേ. അബ്രഹാമിന്റെ മക്കളെന്ന് പുറമേ അല്ല പറയേണ്ടത്, അകമേ നിങ്ങളെ പ്രവർത്തി അറിയേണ്ടത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും പാപം ചെയ്യത്തില്ലായിരുന്നു. ഞാൻ അബ്രഹാമിന്റെ മക്കളാണെന്ന് ഞാൻ പറയണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ആ യോഗ്യത ഉണ്ടാവണം, ഇല്ലയോ? യോഗ്യത. ചിലർ പറയത്തില്ലേ, ഇന്ന കുടുംബത്തിൽ ജനിച്ചിട്ട് ആ കുടുംബമായിട്ട് ഒരു ബന്ധവും ഇല്ല. അവന്റെ അപ്പന്റെ ഒരു സ്വഭാവവും ഇല്ല, അമ്മയുടെ ഒരു സ്വഭാവവും ഇല്ല. അവനൊരു വെറൈറ്റിയാ. കാര്യമാ സ്തോത്രം അല്ല, അവനൊരു വെറൈറ്റിയാ. അതേപോലെ ഇന്ന് പകരം ഞാൻ പറയുമ്പോ ഞാൻ യേശുവിനെ ധരിക്കുന്നുവെങ്കിൽ എന്ന് സ്തോത്രവാദിയെ സാക്ഷ്യം പറഞ്ഞപ്പോ പറഞ്ഞു. അവൻ യോഹന്നാൻ സുവിശേഷത്തിനകത്ത് ഒരു വചനത്തിനകത്ത് സാക്ഷ്യം പറഞ്ഞു. എന്ത് പറഞ്ഞു? യേശുവിനെ ധരിക്കുന്നു. ഞാൻ യേശുവിനെ ധരിച്ചല്ല. യേശു ധരിച്ചു കഴിഞ്ഞിട്ട് രണ്ടല്ല, പിന്നെ ഒന്നാ. യേശു നമ്മുടെ ഒപ്പമാണ്. യേശു നമ്മുടെ ഒപ്പം നിൽക്കുമ്പോൾ നമ്മളെ തകർച്ചയിലേക്ക് തള്ളിവിടുമോ, വീഴ്ചയിലേക്ക് തള്ളിയിടുമോ, പാപത്തിലേക്ക് തള്ളിയിടുമോ, നിന്റെ കഷ്ടത്തിലേക്ക് തള്ളിയിടുമോ? നീ കഷ്ടതയിൽ ഇരിക്കുമോ അവിടെ യേശുവിന്റെ കൂടെയുണ്ട്. പകരം പ്രിയ ദൈവമക്കളെ ഓർക്ക്, നീ സന്തോഷം അനുഭവിക്കുമ്പോൾ, കഷ്ടം അനുഭവിക്കുമ്പോൾ, പ്രയാസം അനുഭവിക്കുമ്പോൾ അവിടെ നിന്റെ കൂടെ ആരുണ്ട്? യേശുണ്ട്. അതുകൊണ്ട് കഷ്ടത്തിന് നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയാത്തത് അല്പം തന്നെ കഴിയുമോ വിടുതലോട് അത്ഭുതത്തോട് നീ പുറത്തു വരുന്നതിന്റെ കാര്യം എന്തുവാ? യേശുവിന്റെ കൂടെയുണ്ട്. നീ പുറമെയല്ല യേശുവിനെ ധരിച്ചിരിക്കുന്നത്, അകമെയാ യേശുവിനെ ധരിച്ചിരിക്കുന്നത്. അകമേ ധരിക്കുന്നവരെയാണ് ദൈവത്തിന്റെ പൈതൽ എന്ന് പറയുന്നത്, ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നത്. അകമേ ധരിച്ചവരെ നോക്കിയാ പറയുന്നത്. ഇത് പകലുള്ള യേശുവിനെ ഞാൻ ധരിച്ചിരിക്കുമോ? ഞാൻ യേശുവിനെ ധരിച്ചിരിക്കുമോ? എന്നെ തൊടുവാൻ ഒരു ശക്തിയും കഴിയത്തില്ല. കുടുംബത്തിനകത്ത് പ്രതികൂലമായിട്ട് നിൽക്കുന്നുവെങ്കിൽ, പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നുവെങ്കിൽ, ചില വെല്ലുവിളിയായിട്ട് നിൽക്കുന്നെങ്കിൽ ഇന്ന് പകരം ഏറ്റെടുക്കുന്ന പ്രാർത്ഥന ഇത് നിനക്കുള്ള ദൂത, ഇന്ന് നിന്റെ വെള്ളത്തെ ദൂത, ഇന്ന് നിന്റെ മേൽ അത്ഭുതത്തിന്റെ ദൂത, സഭയ്ക്കകത്തുള്ള അത്ഭുതത്തിന്റെ ദൂത, ദൈവജനമേ കേൾക്കുന്ന ദൈവജനമേ നിന്നെ കുറിച്ചുള്ള ദൂത. ഈ യേശുവിനെ ധരിച്ചിരിക്കുന്നത്. യേശുവിനെ ധരിച്ചവന് യേശു കൈവിടത്തില്ല, യേശു ഉപേക്ഷിക്കത്തില്ല. നീ ഒരു അനുഗ്രഹ പാത്രമായി പുറത്തു വരും. പ്രതികൂലം വരുമ്പോൾ, രോഗം വരട്ടെ, ക്ഷീണം വരട്ടെ, സാമ്പത്തിക പ്രതിസന്ധികൾ വരട്ടെ, നിന്ദകൾ വരട്ടെ, പരിഹാസങ്ങൾ വരട്ടെ, അവയാൽ ശാരീരികമായി മാനസികമായി തകർന്ന വിഷയങ്ങൾ ഉണ്ടാവട്ടെ, അവിടെല്ലാം നീ പറയേണ്ട ഒറ്റ കാര്യം ഇതാ. ഒറ്റ കാര്യം പറഞ്ഞാൽ പോരാ, നീ അങ്ങോട്ട് ജീവിച്ച് അനുഭവിക്കണം. എന്തുവാ? ഞാൻ യേശുവിനെ ധരിച്ചതാ. ഈ പ്രതികൂലം എന്നെ തൊടത്തില്ല, ഈ പ്രതിസന്ധി എന്നെ തൊടത്തില്ല, ഈ പ്രതികൂലത്തിന്റെ പ്രതിസന്ധിക്ക് എന്നെ തൊടാൻ കഴിയത്തില്ല. ആത്മാർത്ഥതയോട് മുഴങ്കാല് മടക്കി അങ്ങോട്ട് കണ്ണുനീരോട് നീ അങ്ങോട്ട് പ്രാർത്ഥിക്കുക. സ്വർഗത്തേക്ക് നോക്കിയൊന്ന് പ്രാർത്ഥിക്കുക. എന്റെ ദൈവം എന്നെ കൈവിടത്തില്ല, എന്റെ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല, എന്റെ ദൈവം എന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. എന്റെ ദൈവം എന്നെ കരുതുന്നുണ്ട്, എന്റെ ദൈവം എന്നെ ബലപ്പെടുത്തുന്നുണ്ട്. ഈ പ്രതികൂലത്തിനും ഈ പ്രതിസന്ധിക്ക് ശത്രുവിന്റെ ഒരു ദുഃഖത്തിനും ചെണ്ടകൾക്ക് എന്നെ ബന്ധിക്കുവാൻ കഴിയത്തില്ല. യേശുവിനെ ധരിച്ചവനാ ഞാൻ. ആമേൻ. Glory to glory. ആ യേശുവിനെ ധരിച്ചവൻ ഭയപ്പെടത്തില്ല. സ്തോത്രം. അബ്രഹാമിന്റെ കോളിത്തീത അബ്രഹാം പറയുക, അബ്രഹാമിന്റെ സ്തോത്രം കർത്താവ് പറഞ്ഞില്ല, അബ്രഹാമേ നീ പോണ്ട സ്ഥലം ഇന്നോട്ട്, നീ പോണ്ട സ്ഥലം ഇന്നത്തോട്ട്, അല്ലെങ്കിൽ നീ പോണ്ടത് അമേരിക്കയിലോട്ട്, നീ പോണ്ടത് കാനഡയിലേക്ക്,
രാജ്യത്തിലേക്ക് നീ പോണത് അമ്മ സ്വന്തം അല്ലെങ്കിൽ സ്വന്തം ഇന്ത്യക്കകത്ത ഇന്ന ഭാഗത്തൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു അബ്രഹാമേ നീ പുറപ്പെട്. അതാ അബ്രഹാമിന്റെ ക്വാളിറ്റി. എന്തുവാ ദൈവത്തിന്റെ ക്വാളിറ്റി? അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നതിന്റെ ക്വാളിറ്റി എന്തുവാ? ഇന്ന് പലരും പറയുന്നത് എന്നോട് ദൈവം സംസാരിക്കാൻ. ദൈവം അബ്രഹാമാണ്. ദൈവം നിശ്ചയമായി എന്നോട് സംസാരിക്കും. ഇന്ന് പലരുടെ വഴിയെ നിനക്ക് ദൂത് കിട്ടുന്നെങ്കിൽ ഡയറക്റ്റ് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും, ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കും. എന്താവണം? നീ അബ്രഹാമിനെ പോലാവണം. ഇന്ന് ദൈവത്തിന്റെ വചനത്തിനകത്ത് വിളിച്ചു പറയുന്ന മത്തായി സുവിശേഷത്തിന്റെ 3-ാം അധ്യായത്തിനകത്ത് നമ്മൾ വായിച്ചു, അബ്രഹാം പിതാവ്. അതൊരു പിതാവ് എന്ന് പറയല്ലേ? അബ്രഹാം പിതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്രഹാമിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ സദൂക്കരെ നിങ്ങൾക്ക് അബ്രഹാമിന്റെ ക്വാളിറ്റി ഇല്ല. നിങ്ങൾ അബ്രഹാമിന്റെ മക്കളെന്ന് പറയിച്ചേ ഉള്ളൂ, നിങ്ങൾക്ക് ക്വാളിറ്റി ഇല്ല. ഇന്ന് പ്രിയ ദൈവമക്കളെ, നമ്മൾ ഓരോ ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുക, യേശുവിന്റെ മക്കൾ എന്നുള്ള പറച്ചിലല്ല വേണ്ടത്. യേശുവിന്റെ മക്കളെ ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. ആ ക്വാളിറ്റി ഉള്ളവരെ സ്വർഗത്തിന് ആവശ്യം. ആ ക്വാളിറ്റി ഉള്ളവരുടെ മേലെ ദൈവത്തിന് മനസ്സറിയത്തുള്ളൂ. പ്രതികൂലത്തിന്റെ പ്രതിസന്ധിയുടെ മധ്യയിൽ ആ ക്വാളിറ്റി ഉള്ളവൻ നിൽക്കുമ്പോൾ അവന്റെ മേൽ മനസ്സറിയണമെങ്കിൽ ആ ക്വാളിറ്റി ദൈവമായിട്ടുണ്ടാവണവന്. അല്ലാത്തവനെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. വലിയ വലിയ കൊട്ടേഷൻ പറയുന്നവനെയും വാദമടിക്കുന്നവനെയും ആർക്ക് വേണ്ട? കർത്താവിന് വേണ്ട. കർത്താവിന് വേണ്ട ക്വാളിറ്റി ഉണ്ടാവണം. ക്വാളിറ്റി ഉണ്ടാവണം. ഞാനൊരു കാര്യത്തിനകത്ത് പലപ്പോഴും ഞാൻ സന്തോഷിക്കാറുണ്ട്, ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തിക വിഷയങ്ങൾ വരുമ്പോൾ, എല്ലാ പ്രതിസന്ധികളെല്ലാം ഞാൻ വീഴുമ്പോൾ ഒരു കാര്യത്തിനകത്ത് ഞാൻ സന്തോഷിക്കാറുണ്ട്. സ്തോത്രം. ദൈവം എനിക്ക് തന്ന കുടുംബം, എനിക്ക് തന്ന ഞങ്ങൾ 5 പേർ ഒരു കാര്യത്തിനകത്ത് തീക്ഷ്ണത എന്ന് പറഞ്ഞാൽ എന്തു വന്നാലും ദൈവത്തിന് വേണ്ടി. അത് ഈ 5 പേര് 4 പേരും എന്നോടൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ് 5ാമനായി എനിക്ക് ബലം കിട്ടുന്നത്. കാര്യം ഇവര് സ്ട്രോങ്. അതുപോലെ തന്നെ ഈ സ്തോത്രം 3 മക്കളെ ദൈവം തന്നു. ക്രിസ്റ്റിയെ തന്നു, കൃപയെ തന്നു, കെൽവിനെ തന്നു. വലിയ ഭക്തരൊന്നും അല്ല. പക്ഷേ അവര് ജനിച്ചു വന്നപ്പോൾ മുതൽ അവർ കേൾക്കുന്ന ദൈവവചന പ്രകാരം അവരെന്നോട് പറയുന്നത്, ഞങ്ങൾ കർത്താവിന്റെ വേലയായിരുന്നു, കർത്താവിന്റെ വേല ഞങ്ങൾ ചെയ്തു. അവർക്കറിയാം കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഉള്ള കഷ്ടം എന്തുവന്നറിയാം, കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയുള്ള നിന്ന എന്തുവന്നറിയാം, കർത്താവിന്റെ വേലയ്ക്കുള്ള അമികാലിയ സ്തോത്രമായ പരിഹാസം എന്തുവന്നറിയാം, അവർക്ക് ബുദ്ധിമുട്ടറിയാം. ഇതെല്ലാം അവർ കണ്ട വളർന്നത്. ഞാൻ അനുഭവിക്കുന്ന എല്ലാവരും കണ്ട. രാത്രി ഉറക്കമില്ലാതെ ഓടുന്നത് കണ്ടിട്ടുണ്ട്. അമികാലിയ സ്തോത്രം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്, കരയുന്നത് കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കണ്ട മരണത്തോട് നെഞ്ചിഞ്ഞ് പോരാടുന്നത് കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കണ്ട ഇവർ പറഞ്ഞു. എങ്കിലും ഇവരെല്ലാം പറയുന്ന ഒറ്റൊരു കാര്യത്തിന്, എനിക്ക് ഇവരോടുള്ള ഏക സ്നേഹമാണ്. എന്റെ മക്കളെന്നുള്ള സ്നേഹമല്ല, എനിക്ക് ഏക സ്നേഹം ഇതാ. ഇവരന്നാലും ഇവർ മാറിയിട്ടില്ല. എനിക്ക് പപ്പ, എനിക്ക് എന്റെ കോഴ്സ് പഠിക്കാൻ പോകണം, എനിക്കിത് പറ്റത്തെ. ഞാൻ സ്വന്തമല്ല ചെറുപ്രായം പോലെ ചോദിച്ചാലും ആര് വെളിയെന്ന് വെച്ചാലും പറയും, അയ്യോ അത് പാസ്റ്റർ നിർബന്ധിച്ചാട്ടാ. ഒന്നുമല്ല, ഞാനൊന്നും നിർബന്ധിക്കാറില്ല, ഞാൻ ചോദിക്കാറില്ല, പറയാറില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നീ എല്ലാം ദൈവം വരെ ചെയ്യത്തുള്ളൂ. അല്ലാതെ ഒരു കാര്യത്തിന് ഞാൻ നിൽക്കുന്നില്ല. എന്ന് വേണം അപ്പുറത്ത് പൊക്കോ, പുറത്ത് പൊക്കോ, വേറെ പരിപാടി ചെയ്തു. എനിക്ക് അങ്ങനെ മക്കളൊന്നുള്ള സെന്റിമെന്റ്സ് ഒന്നുമില്ല. പുറത്ത് പൊക്കോ, എനിക്ക് നിന്റെ ഇഷ്ടപ്രകാരം പോവാം. പക്ഷെ ഇവര് 3 പേരും എന്ത് ചെയ്യത്തില്ല? കർത്താവിന്റെ വില. ഞാൻ അതിനകത്ത് ഇവരെ അഭിമാനപ്പെടുന്നു. ഇവര് വലിയ ശുശ്രൂഷകരൊന്നും കൃപാവരമുള്ളവരൊന്നും അല്ല, പ്രാർത്ഥിക്കുന്ന വലിയ വിലന്മാരൊന്നും അല്ല. പക്ഷേ അവർക്ക് ഒറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ, ചെയ്യുവാണെങ്കിൽ കർത്താവിന്റെ വേല ചെയ്യും, കർത്താവിന്റെ വേല ചെയ്യും. സ്വന്തം ക്രിസ്ത്യാനി ചില സ്ഥലങ്ങളിലെല്ലാം ഞാൻ കൊണ്ടുപോകുമ്പോഴും സ്തോത്രം അവരൊരു ടീഷർട്ടിലേക്ക് സ്തോത്രമാലിയ വെറും അമികാലി സ്തോത്രം സാധാ സ്തോത്രം പിള്ളേരിടുന്ന ഡ്രസ്സെല്ലാം ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ കൂടെ വരുന്നു. സ്തോത്രം എവിടെയെങ്കിലും ചെല്ലുമ്പോൾ മോൻ ചെയ്യുന്നത് ഞാൻ ഡിഗ്രി, അവരോട് ഡിഗ്രിക്കല്ല ഞാൻ ബൈബിളല്ല സ്വന്തം. അപ്പൊ അവൻ എന്റെ വെച്ച് അതിനൊപ്പം ബൈബിളെല്ലാം ഞാൻ പറയത്തില്ല, സ്തോത്രമാല ഞാൻ പറയാം. അവൻ ഇത് ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സല്ല, ഞാൻ പപ്പനോട് ഇറങ്ങിയുണ്ട്, അവൻ ഇത് മാറ്റും. അവൻ അല്ല, ഞാൻ സൂക്ഷിച്ച് ഇറങ്ങുമ്പോൾ എന്റെ ഡ്രസ്സ് വേറെ. സ്തോത്രം ഓക്കെ, നിന്റെ യൂണിഫോം ഭാഗമല്ല മാറ്റും, സ്തോത്രമാല. എങ്കിലും ഞാൻ അവനെ ഒരു നാണമില്ലാതെ വേണ്ടത്. അവൻ പറയും, ഹലോ ഞാൻ ബൈബിളല്ല പഠിക്കുന്നു, ഡിഗ്രിക്കൊന്നുമില്ല, ബൈബിൾ സ്തോത്രമാല. ഞാൻ അതിനകത്ത് പലപ്പോഴും അവനെക്കുറിച്ച്, എൻ്റെ കുഞ്ഞുങ്ങളെ 3 പേരെ കുറിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. അവരെക്കുറിച്ചല്ല സ്തുതിക്കുന്നത്, ദൈവത്തെ ഓർത്ത് സ്തുതിക്കുന്നത്. അങ്ങനെ 3 തലമുറ ദൈവം തന്നിട്ടുണ്ടാണ്. 3 തലമുറ 6 പേരെ ചെയ്താൽ മതി.
ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജീവിക്കുവാണെങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടി, മരിക്കുവാണെങ്കിൽ കർത്താവിന് വേണ്ടി. സ്തോത്രം. ഇന്ന് ചില പാസ്റ്റർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ സുവിശേഷവേലയ്ക്ക് വിടണ്ടേ? മക്കളെ മക്കളൊന്നും വരത്തില്ല, സുവിശേഷവേല എന്ന് പറഞ്ഞാൽ വരത്തില്ല. കാര്യം നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളെല്ലാം അവർ കണ്ടുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ദൈവവേലയ്ക്ക് ഇറങ്ങി വരത്തില്ല. ദൈവവേല എന്ന് പറഞ്ഞാൽ ഏത് രാത്രിയിലും എപ്പോഴും തയ്യാറായിട്ടിരുന്നോ. ഏത് രാത്രിയിലും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തയ്യാറായിട്ടിരുന്നല്ലേ പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ ഇച്ചിരി കഴിഞ്ഞിട്ട് വിളിക്കാന്നാണോ പറയുന്നത്? ക്ഷമത്ത് പ്രാർത്ഥിക്കുന്നത്. നല്ല ഉറക്കത്തിൽ കിടന്നാലും ആ സമയത്തിനും ആ കാഴ്ചപ്പാട് വേണം. സ്തോത്രം. അപ്പൊ പറയാറുണ്ട്, പല ദിവസന്മാർ പറയാറുണ്ട്, അവർക്ക് ഇതിനോട് താല്പര്യമില്ല. പക്ഷെ നമ്മൾ അനുഭവിച്ച പോലെ, എടാ നീ ഇതുവരെ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ആ ദേവദാസനോട് ഞാൻ പറയുന്നത് ഇതാ, ദേവദാസ നീ ഇതുവരെ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറ നിശ്ചയമായി എങ്ങോട്ടേ കിടക്കുള്ളൂ, ദൈവവേലയ്ക്ക് കിടക്കും. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ ഇരിക്കേണ്ട സമയമൊന്നുമില്ല, ഇരുന്നിട്ടുണ്ട്, ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ ചരിത്രം എനിക്കറിയാം. ചരിത്രം അറിയാവുന്ന വിവരങ്ങളല്ല. സുനിതയുടെ വീടിന് തൊട്ടപ്പെട്ട പുള്ളി ജനിച്ചു വളർന്നത്. അതുകൊണ്ട് പുള്ളിയുടെ ചരിത്രം എനിക്കറിയാം. താറാവിനെ വളർത്തി, അതിൽ കിട്ടുന്ന മുട്ട, താറാവിനെ അമികാലനെ കൂട്ടമായി കൊണ്ട് ആഹാരം കൊടുത്ത് താറാവിനെ പോറ്റി, അതിനകത്ത് അമികാലന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജനിച്ചു വളർന്ന് ജീവിച്ച ഒരു ദേവദാസൻ ഇപ്പോൾ വന്നു. സ്തോത്രം. പ്രതികൂലത്തിന്റെ മധ്യയിൽ നിന്നു, പ്രതിസന്ധികളെ നിന്നു, ദൈവവേല പൂർണ്ണമായി കർത്താവിന് വേണ്ടി ചെയ്തു. ആ വരവെല്ലാം ഭയങ്കര കാഴ്ചപ്പാട്. ആ വരവെല്ലാം ഭയങ്കര കാഴ്ചപ്പാട് ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. ആ കർത്താവിന്റെ ദാസന്റെ വരവ് ഭയങ്കര കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടി വന്നു. പുള്ളി ഒരു സംഘടനയ്ക്കകത്ത് കയറി, പുള്ളിയെ അമികാലിൽ കയറി വലിയ സഭകളിൽ പോയി. പുള്ളി എന്നെ സ്നാനപ്പെടുത്തി. സ്തോത്രം. അന്ന് സുന്ദരി ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, ഞങ്ങളുള്ള ബന്ധങ്ങൾ സ്തോത്രമാലയോ ഒന്നുമില്ല. ആ സമയത്ത് പുള്ളിയാണ് ആരെ സ്നാനപ്പെടുത്തി, എന്നെ സ്നാനപ്പെടുത്തി. പുള്ളി വലിയൊരു സഭയുടെ പാസ്സായിട്ടിരിക്കുന്ന സമയത്താണ് പുള്ളി സ്നാനപ്പെടുത്തി. അത്രയ്ക്ക് വലിയ പാസ്സായി. പുള്ളിയുടെ മക്കളെ 3 കട്ടയും കർത്താവിന്റെ വേലയൊന്നുമില്ല, പല പരിപാടിക്ക് അവർ പഠിപ്പിച്ചു. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ആ പുള്ളിയെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. എന്തുവെന്നറിയാം, ഞാൻ റിട്ടയർഡ് എടുക്കുക, ഇനി ഞാൻ ദൈവവേലയിൽ നിന്ന് മാറും. റിട്ടയർഡ് എടുക്കുന്ന മാർഗമല്ല ഈ ബൈബിൾ ചുമന്നവർ. ബൈബിൾ ചുമന്നവരെ ജനിച്ച മുതൽ മരിക്കുന്നവരെ, ഈ ലോകത്തു നിന്ന് പോകുന്നവരെയും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യമാണ് കർത്താവിന്റെ വേല. അതവൻ ചെയ്തേ പറ്റും. ഇത് ഇടയ്ക്കിടയ്ക്ക് റിട്ടയർമെന്റ് എടുക്കാവുന്ന ജോലിയല്ല, ഗവൺമെന്റ് ജോലിയല്ല, ഇത് പ്രൈവറ്റ് ജോലിയല്ല, പ്രൈവറ്റ് കമ്പനി ജോലിയല്ല. ഇത് അവൻ മരിക്കുന്നത് വരെയും വിശ്വസ്തനായിട്ടിരുന്ന് അവനെ കൊണ്ടുപോകാൻ കഴിവില്ല, ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവനെ മറ്റുള്ളവരെ, മക്കളെ അതിനു വേണ്ടി ഒരുക്കി, മക്കളെ ട്രെയിനിങ് ആക്കി അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരും. ഇപ്പൊ റിട്ടയർമെന്റ് എടുക്കുന്നത് എന്തോന്നറിയാമോ? എല്ലാമായി വലിയ മാളിക വെച്ചു, വലിയ കാറെടുത്തു, വലിയ സമ്പത്തായി. മക്കളെല്ലാം അയർലൻഡിൽ വലിയ അമികാലയെ അന്യ രാജ്യങ്ങളിൽ വലിയ പൊസിഷനിരിക്കുന്നു. ഇനി അങ്ങോട്ട് മക്കളെടുത്തോട്ട് വിസിറ്റിങ്ങിന് പോവാം. അതാണ് ഇനിയുള്ള ആളുകളെല്ലാം മക്കളെടുത്ത് പോയി വിസിറ്റിങ്ങിന് പോവാ, തിരിച്ചു പോവാ, വിസിറ്റിങ്ങിന് പോവാ, തിരിച്ചു പോവാ. ആ മക്കൾ അയർലൻഡിൽ പോയി ജോലിക്ക് പോകാൻ കിട്ടിയത് ദൈവത്തിന്റെ ദശാംശം വെച്ചാണ്. ദൈവത്തിന്റെ ദശാംശം തന്നാ പോയത്. എന്നിട്ട് മക്കള് സൂക്ഷിച്ച് വിലക്കുണ്ട്. എന്തുവാ അവിടെ ജോലിയുണ്ട്. അവിടുത്തെ ആരാധനയിൽ ഇടയ്ക്കിടയ്ക്ക് കയറി ഗിത്താറും ഓർഗനും വായിക്കും. അതാ മക്കള് സ്തോത്രം. അതൊന്നും അല്ല കർത്താവിന്റെ വേല. ഞാൻ ഒരു കാര്യം പറയാം, ഓർഗൻ വായിക്കുന്നതോ സ്തോത്രം അല്ലെങ്കിൽ പാടാൻ പോകുന്നതോ ഒന്നും അല്ല കർത്താവിന്റെ വേല. ഇതെല്ലാം നീ വരുമാനം ഉണ്ടാക്കുന്ന മാർഗമോ കർത്താവിനെ വെച്ച്. കർത്താവിന്റെ വേല എന്ന് പറയുന്നത് നീ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് സമയം മാറ്റി വെച്ചിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നതും അല്ല കർത്താവിന്റെ വേല. കർത്താവിന്റെ വേല എന്നുള്ള പൂർണ്ണമായും നിന്റെ ജീവിതത്തിനകത്ത് ഒരു വരുമാനം വരണമെങ്കിൽ അത് ദൈവം തരണം. അതാ കർത്താവിന്റെ വേല. നാളത്തെ കുറിച്ച് നീ വിചാരിക്കപ്പെടാൻ പാടില്ല. നാളെ എങ്ങനെയാണ് എന്റെ കുഞ്ഞുങ്ങളെന്ന് ചിന്തിക്കാൻ പാടില്ല. അതാണ് കർത്താവിന്റെ വേല. അല്ലാതെ കുറെ പേര് അമേരിക്കയിൽ കർത്താവിന്റെ വേലയ്ക്ക് പോയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയാമോ? കർത്താവിന്റെ വേലയ്ക്ക് പോയിട്ടുണ്ട് അമേരിക്കയിൽ. സ്തോത്രം. നിങ്ങൾ ഇതെല്ലാം അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. ചിലതെല്ലാം അമേരിക്കയിൽ സൂട്ടറിലായിട്ട് ഇവിടെ വരും. ഈ ഭാവി കൊണ്ടുവരുമ്പോഴേ ഓർത്തത് ഇത് ആരാന്ന് മനസ്സിലാക്കുന്നത് എനിക്ക് അപ്പോഴേ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. സ്തോത്രം. ഇപ്പൊ പറയാം, എന്തുവാ ഒരു നേഴ്സിനെ കിട്ടും, അല്ലെങ്കിൽ അമേരിക്കയുള്ള ആരെങ്കിലും ഒരാളെ കിട്ടും. അമേരിക്കക്കാർക്ക് ഇവരെ മതി. കാര്യം എന്തുവാ? വെള്ളം അടിക്കത്തില്ല, സെലക്ട് അടിക്കത്തില്ല, മോളെ അടിക്കത്തില്ല. മോളെ കൊച്ചുങ്ങളായി കഴിഞ്ഞാൽ അതിന്റെ ചന്തയും കഴിക്കാൻ വരുന്നു. സ്തോത്രം. അതുകൊണ്ട് നീ ഉമ്മാർക്ക് അതിനെ മതി, ഉമ്മാർക്ക് മതി. എന്നിട്ട് അവിടെ ചെന്നിട്ട് പൈക്കോളെല്ലാം പഠിച്ചിട്ട് അങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്യുക? സ്തോത്രം. അല്ലെങ്കിൽ ഭയം പിടിച്ചുകൊണ്ട് നടക്കുക. എവിടാ? ആരത്തോട്ടാ പോകുന്നത്? ഓരോ സഭകളിൽ പാസ്റ്ററിനെ ഇന്റർവ്യൂ ചെയ്യാൻ വിശ്വാസികളുണ്ട്. ഒരു പാസ്റ്റർ 3 കൊല്ലം എടുക്കും, മാറ്റിയിട്ട് അടുത്ത പാസ്റ്റർ വരും. ഇന്റർവ്യൂ പത്രത്തിനകത്ത് കൊടുക്കും, പരസ്യം കൊടുക്കും, അല്ലെങ്കിൽ ഓൺലൈനിൽ കൊടുക്കും. ഞങ്ങൾക്ക് പാസ്റ്റർമാരെ ആവശ്യം. സ്തോത്രം. അപ്പൊ പാസ്റ്റർമാരെ ഡിഗ്രി ഇന്ന. അപ്പൊ ഈ ഡിഗ്രി മാറ്റി തരണം. ആരാ ഇന്റർവ്യൂ ചെയ്യുന്നത്? വിശ്വാസം. ഇന്റർവ്യൂ ചെയ്തോടെ ഈ പാസ്റ്റർ ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് ചെയ്തു, ഇത്രയും ശമ്പളം, ഇത്രയും ഓക്കെ അപ്പോയിന്റ്മെന്റ്.
ഇതല്ലടാ കർത്താവിന്റെ വേല. വിശ്വാസി അല്ലടാ പാസ്റ്ററെ തിരഞ്ഞെടുക്കേണ്ടത്, പാസ്റ്റർ വിശ്വാസിയെ തിരഞ്ഞെടുക്കേണ്ടത്, പാസ്റ്റർ വിശ്വാസിയെ തിരഞ്ഞെടുക്കേണ്ടത് അല്ല, വിശ്വാസിയല്ല പാസ്റ്റർ തിരഞ്ഞെടുക്കേണ്ടത്. കർത്താവിന്റെ വേല എന്ന് പറഞ്ഞ ആരാ തിരഞ്ഞെടുത്തിരിക്കുന്നത്? കർത്താവിന്റെ വേലയ്ക്ക് ആരാ തിരഞ്ഞെടുത്തിരിക്കുന്നത്? അവിടെ ഡിഗ്രിയോ വിദ്യാഭ്യാസമോ അല്ല, അവിടെ പ്രാർത്ഥന വീരനായിരിക്കണം. അവൻ എന്ത് വിഷയത്തിലും പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. അവൻ സാമർത്ഥ്യത്തോടെ സംസാരിക്കുന്നവനെ അല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് സാമർത്ഥ്യം ഇല്ലാത്തവനെ സാമർത്ഥ്യമാക്കുവാൻ കഴിയും. അതിന് ഏറ്റവും വലിയ തെളിവാ മോശ. മോശയെ വിളിച്ചോ, മോശ വന്ന് ഞാൻ തടിച്ചെന്നാവുള്ളൂ. ദൈവം പറഞ്ഞു, ഞാനങ്ങ് പറയുന്ന പോലെ നീ ഇങ്ങനെ എന്നാ നീ പറയുന്നത് അവൻ തർമ്മനീവൻ അടുത്തവനെ തന്നിട്ടുണ്ട്. ആരെയാ? അവരോട് തന്നിട്ടുണ്ട്. നീ അവൻ പറഞ്ഞോളൂ, യോശുവയെല്ലാം പറഞ്ഞോളൂ, നീ എന്ന് പറഞ്ഞാൽ മതി. സ്തോത്രം. ആരെയാ വിളിച്ചത്? ലീഡറാക്കി. എന്നാ പിന്നെ ഒരു കാര്യം, നീ തടിച്ച നാവായുണ്ട്, നിനക്ക് കഴിവില്ലാത്തതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്നാ അഹരോന് കൊടുക്കാം. കൊടുത്തോ? അഹരോന് കൊടുത്തായിരുന്നെങ്കിൽ അവന്മാരിപ്പം സ്വർണ്ണ കാളക്കുട്ടിയെ പിന്നെ ഉണ്ടാക്കി വാർത്തുകൊണ്ടിരുന്നത്. പക്ഷേ അവൻ സംസാരിക്കാൻ തടിച്ച നാവായാലും അവൻ അത് ചെയ്യത്തില്ല. അവൻ തീഷ്ണതയുള്ളവനാണ്. സ്തോത്രം. അവരെയാണ് ദൈവവേലയ്ക്ക് വേണ്ടത്. അല്ലാതെ സ്തോത്രമായ സൂട്ടും കോട്ടും ഇട്ടിരുന്ന് അമികാലല്ലേ സ്തോത്രം അലറിയ 10 കാര്യങ്ങൾ പറയുന്നവരെ അല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെയാണ് ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരെയാണ് വേണ്ടത്. ദൈവവേലക്കകത്ത് വിദ്യാഭ്യാസമില്ല, ദൈവവേലക്കകത്ത് ഡിഗ്രി ഇല്ല. ഇതൊന്നും നോക്കിയല്ല, വലിപ്പവും ചെറുപ്പവും ഒന്നും നോക്കിയല്ല, കളർ നോക്കിയല്ല ദൈവവേലയ്ക്ക് വിളിക്കുന്നത്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഭക്തനെയാണ് ദൈവത്തിന് വേണ്ടത്. ഞാൻ പിള്ളേരോട് നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവത്തിന്റെ ഭക്തരാവണം. നിങ്ങൾ വിദ്യാഭ്യാസം ഈ കാലഘട്ടത്തിൽ ആവശ്യമുണ്ട്, നിങ്ങൾ പഠിച്ചോ. പക്ഷെ നിങ്ങളുടെ എയിം മൊത്തവും എന്തിനു വേണ്ടിയുള്ള? എനിക്ക് തരുന്നത് മൊത്തവും കർത്താവിന്റെ വേലയാവുക, കർത്താവിന് വേണ്ടി നിൽക്കാവുന്നതാണ്. സ്തോത്രം. ഞാൻ വിളിച്ചു പറയാം, ഇതിനാ ഇങ്ങോട്ട് നാട്ടി വരുമ്പോഴും ഞാൻ സ്തോത്രമായ 100 സഭയുടെ പാസ്റ്റർ. എന്തോ പാസ്റ്റർ തേങ്ങാക്കൊലയാ എന്തുവാ? അവിടെ ഇന്റർവ്യൂ പാസ്സായി അമികാലിലെ പെണ്ണുപിള്ളെ കൊണ്ടുപോയി പിള്ളാരെ കൊണ്ടുപോയി ചന്തയും കഴുകി കൊണ്ടുവന്ന് വെച്ചേക്കുന്ന പാസ്റ്റർ പദവി സൂപ്പിയിലും സോപ്പിടിയും. അതല്ല പാസ്റ്റർ. പാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമി അറിയപ്പെടണ്ട, സ്വർഗം അറിയപ്പെട്ടാൽ മതി. നിന്റെ സഭയും നിന്നെയും സ്വർഗം അറിയപ്പെട്ടാൽ മതി. കാര്യം ആ സഭയിൽ കർത്താവ് എടുക്കപ്പെടുമ്പോൾ കൊണ്ടുപോകുന്നത്. സ്തോത്രം. എനിക്ക് കൊട്ടാരക്കര മൊത്തം എന്റെ സഭയെ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കൊല്ലം മുഴുവൻ എന്നെ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ മുഴുവൻ എന്നെ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഒറ്റ ഒരു കാഴ്ചപ്പാടേ ഉള്ളൂ, സ്വർഗത്തിലെ ദൈവം വരുമ്പോ ഈ സഭ എടുക്കപ്പെടണം. ആമേൻ. ഈ സഭ 10 ഉള്ളോ? 10 എടുക്കപ്പെടണം. എടുക്കപ്പെടാത്ത 100 കൊണ്ട് എന്തോത്തിനാ? എടുക്കപ്പെടുന്നെങ്കിൽ 10 എടുക്കപ്പെടണം. ആ സഭയെ ഒരുക്കാൻ വേണ്ടിയാണ് നടക്കുന്നത്. അതിനുവേണ്ടി വില കൊടുക്കും. നമ്മൾ ആയോട് പറയാമെങ്കിൽ നമുക്ക് പല സ്ഥലങ്ങളിൽ പോയി പാസ്സായിട്ടിരിക്കാം. സ്തോത്രം. ദുബൈയില് വിസിറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ ഒറ്റ സഭയ്ക്കകത്ത് ഒരാഴ്ചത്തെ മീറ്റിംഗ് അടുപ്പിക്കുന്നു. ഒരാഴ്ചത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നോട് വെച്ച് ഇവിടുത്തെ പാസ്സാവാൻ താല്പര്യമുണ്ടോ? കുഞ്ഞുങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചോ, നിങ്ങളെ എല്ലാം ഞങ്ങൾ പഠിപ്പിച്ചോ, നിങ്ങൾക്ക് ഫ്ലാറ്റ് എടുത്തു തരാം, നിങ്ങൾക്ക് വണ്ടി എടുത്തു തരാം, നിങ്ങൾ കയറി വരാമോ? ഞാൻ പറഞ്ഞ എന്റെ കാഴ്ചപ്പാട് ഇതല്ല, ഇവിടെ ഇരിക്കാനല്ല. ഞാനിവിടെ വന്നത് അമികാല കാഴ്ചപ്പാടുള്ള ദൈവദാസന്മാർ ഉണ്ടല്ലോ എന്ന് കാണിക്കാനല്ല ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നേ. അല്ലാതെ നിങ്ങളുടെ അടിമയായിട്ടിരിക്കാനല്ല ഞാൻ വന്നത്. സ്തോത്രം. അവിടുത്തെ വിശ്വാസിയാ, അവിടുത്തെ വിശ്വാസികൾ അവിടുത്തെ മെയിൻ പാസ്റ്റർ ചോദിച്ച് ഈ സഭ നിങ്ങൾക്ക് തരട്ടെ, നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? സ്തോത്രം. വേണ്ട, ആ സഭയ്ക്കകത്തിരിക്കാനില്ല. ആ സഭയ്ക്കകത്തിരുന്നാൽ എന്റെ പോക്കറ്റ് നിറയെ പൈസ കാണും, എന്റെ അക്കൗണ്ടിൽ പൈസ കാണും, എന്റെ മക്കൾ നല്ല വിദ്യാഭ്യാസം ചെയ്യും. പക്ഷേ ആ വിദ്യാഭ്യാസം കൊണ്ടോ ആ പണം കൊണ്ടോ എനിക്കൊരു കാര്യം വിലയ്ക്ക് മേടിക്കാൻ പറ്റത്തില്ല. സ്വർഗരാജ്യത്തിന്റെ അവകാശം വിലയ്ക്ക് മേടിക്കാൻ പറ്റത്തില്ല. ദൈവമായിട്ടുള്ള ബന്ധം എനിക്ക് വിലയ്ക്ക് മേടിക്കാൻ പറ്റത്തില്ല. ദൈവമായിട്ട് ഒരിക്കലും ഞാൻ ഇന്ന് ദൈവത്തോട് അടുത്തിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ആത്മസാന്നിധ്യം പോലെ അന്ന് എനിക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. ഇന്ന് ഞാൻ ഒരു വിശ്വാസിയെ പോലെ ആയിപ്പോവും. അന്നത്തെ എന്റെ വിശ്വാസം അത് പോകാൻ ഞാൻ അനുവദിക്കുന്നില്ല. എനിക്ക് ദൈവമായിട്ട് അടുത്തിരുന്നാൽ മതി. ഇങ്ങനെയുള്ള കാഴ്ചപ്പാടെല്ലാം ഉണ്ടാവാനുള്ള കാരണം ദൈവമക്കളെ ഞാൻ പറയാം. ഒന്നുകൂടി ഞാൻ പറയാം, ഇടയ്ക്കെല്ലാം പറയുന്നതാ. മരിക്കാനിരുന്ന് തന്നെയാണ് ആര് വിളിച്ചത്? ദൈവം വിളിച്ചത്. മരിക്കാൻ. ഇനി ജീവിതം മടുത്തു, ഇനി എനിക്ക് ജീവിക്കണം. ആത്മഹത്യ ചെയ്യാൻ 2 വട്ടം 2 ശ്രമം നടന്നില്ല. സ്തോത്രം. 3ാമത്തെ ശ്രമത്തിനകത്ത് ഇരിക്കുമ്പോൾ എന്നോട് ദൈവം പറഞ്ഞു, ആർക്കും വേണ്ടെങ്കിലും എന്റെ റൂമിലോട്ട് ഇറങ്ങി വരൂ. ഒരു ശബ്ദം വെളിപ്പെടുക. എന്തുവാ? ആർക്കും വേണ്ടെങ്കിലും എനിക്ക് തന്നെ വേണം. സ്തോത്രം. എനിക്ക് മനസ്സിലായി
മനസ്സിലാവുന്നില്ല ഇതാര് സംസാരിച്ചു. ഞാൻ റൂമിന്റെ വാതിൽ തുറന്നു, ചുറ്റുവട്ടം പോയി ചെന്ന് നോക്കി. എന്റെ വീട്ടിലുള്ളവരാണ് എന്നോട് സംസാരിക്കുന്നത്. എന്റെ വീട്ടിലുള്ളവരുടെ ശബ്ദമല്ല ഞാൻ കേൾക്കുന്നത്, ഗംഭീരനാദമാണ് കേൾക്കുന്നത്. രാത്രി 12 മണി കഴിഞ്ഞപ്പോ ഞാൻ വീടിന് ചുറ്റുമിറങ്ങി ടോർച്ചടിച്ചു നോക്കി. അവൻ ജനലിന്റെ അടുത്ത് നിന്ന് ആരെങ്കിലും പറഞ്ഞാണോ? അല്ല. പിന്നെ ഞാൻ വന്നിരിക്കുമ്പോഴും, പിന്നെ ഞാൻ ദൈവത്തോട് ഇരുന്ന് കരയുമ്പോഴും ആരെന്നോട് സംസാരിച്ചത്? അപ്പോഴും പറയുന്നത് ഒറ്റയൊരു ശബ്ദമാണ്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഇന്ന് മുതൽ നിനക്ക് ഞാൻ ചില പ്രൊട്ടക്ഷൻ ഉണ്ടാവുക. അത് ചെയ്യാൻ വേണ്ടി ദൈവം തന്നെ ഉപയോഗിക്കാൻ പോവാ. റൂമിനകത്ത് വീണ്ടും ശബ്ദമുണ്ടായി. ദൈവത്തോട് ഞാൻ ചോദിച്ചു, കർത്താവേ, എന്നെ കൊണ്ട് ആർക്കും ഒരു ആവശ്യമില്ല, എന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. സ്വന്തമായല്ലേ ഞാൻ ചെയ്ത ബിസിനസ്സുകളെല്ലാം നഷ്ടമായി. എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. വീട്ടുകാർക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, ബന്ധുക്കൾക്ക് വേണ്ട, സുഹൃത്തുക്കൾക്ക് വേണ്ട, ആർക്കും എനിക്ക് വേണ്ട. കർത്താവിനോട് പറഞ്ഞ ഒറ്റ വാക്കിത ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ചില കൊട്ടേഷൻ നിനക്ക് തരാൻ പോവാ, അത് ചെയ്യാൻ നീ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ, ഇന്ന് രാത്രി ദൈവം നിന്നോട് സംസാരിക്കുക. ഇന്ന് രാത്രി നീ ഒരുക്കപ്പെട്ടോ. നാളെ പകൽ മുതൽ നീ എനിക്കുള്ളവരാ. നിന്നെ നോക്കി അവൻ നിന്ന് ചോരും പ്രൈവസ്റ്റോരും നിന്നോട് സ്നേഹമായിട്ട് മുന്നോട്ട് കടന്നു വരും. അതാണ് എന്റെ അടയാളം. ദർശനം തന്നപ്പോൾ ദൈവം ഒരു കാര്യം കൂടെ എന്നോട് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങ് എനിക്കൊരു ഓപ്പണിംഗ് തന്നാൽ, അങ്ങ് എന്നെ പുറത്തു കൊണ്ടുവരുന്നു എങ്കിൽ അതിനൊരു അടയാളം പറ. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഇതുവരെ നിന്നോട് വിരോധമായി കാണിച്ച പലരും നിന്നോട് സ്നേഹമായിട്ട് നാളെ മുതൽ കടന്നു വരും. അത് നിനക്കൊരു അടയാളമാവട്ടെ. രണ്ടാമത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അങ്ങനെയെങ്കിൽ ഞാൻ മരിക്കുവാണെങ്കിൽ അങ്ങേക്ക് വേണ്ടി മരിക്കും. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, നീ മരിക്കുവാണെങ്കിൽ എനിക്ക് വേണ്ടിയാണ് മരിക്കാൻ പോകുന്നത്. ആ രീതിയിലായിരിക്കും നിന്റെ മരണവും ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് കർത്താവ് ചില വെളിപ്പാടുകൾ തന്നു. മെസ്സേജ് പറയുമ്പോൾ ചില മരണം വെളിപ്പെടുത്തി തന്നു. അത് കണ്ടാണ് ഞാൻ പുറത്തു വന്നത്. അന്ന് മുതൽ എനിക്കൊരു ഭയവുമില്ല. കാര്യം ഇത് കാറിൽ പോയാലോ സ്കൂട്ടറിൽ പോയാലോ അമികളൊരു ശോകം രോഗിയാട്ടോ ഞാൻ മരിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പായി. കർത്താവിന്റെ വചനമായി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ രക്തസാക്ഷിയായുള്ള മരണമേ ദൈവം എനിക്ക് തരത്തോളം എനിക്ക് വെളിപ്പെടുത്തി തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ്, അതിനനുസരിച്ച് ഒരു കുടുംബ ജീവിതം എനിക്ക് തരണം. അത് ദൈവം അതേപോലെ വാക്കുമാറിയില്ല, കർത്താവ് എനിക്ക് തന്നു. അതുകൊണ്ടാണ് ഈ 5 ഒരേപോലെ ഒരേ മനസ്സോടെ നിൽക്കുന്നത്. കർത്താവിന് വേണ്ടി ജീവിക്കും, മരിക്കും. ജീവിതം ഉണ്ടെങ്കിൽ അത് കർത്താവിന് വേണ്ടി, മരിക്കാനാണെങ്കിൽ കർത്താവിന് വേണ്ടി എന്നുള്ള തീരുമാനത്തിൽ വന്നിരിക്കുന്നത്. ഇന്ന് സുവിശേഷത്തിന് അകത്ത് നിൽക്കുന്നത് പോലും തള്ളിക്കളയുന്ന ഒരു പദമാണ് ഭയപ്പെടാതെ നിൽക്കുന്നതിന്റെ കാര്യം ആ വിളിയിൽ ദർശനമുള്ളതുമില്ല. ഒരു സമയകാലത്ത് 3 വർഷം ചാർജ് എടുത്തിട്ട് നിനക്ക് എന്തോ സഭയായിട്ട് ബന്ധം? 3 വർഷം അവിടുത്തെ ശമ്പളവും മേടിച്ചിട്ട് പോകുന്നതല്ലാതെ അവിടുത്തെ വിശ്വാസിയായിട്ട് നിനക്ക് എന്തോ ബന്ധം? ഒരു ബന്ധവും ഇല്ല. നിനക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എന്റെ മക്കളെ എവിടെങ്കിലും ആക്കണം. അതുകൊണ്ടാണ് നിന്റെ മക്കളെ അയർലൻഡിൽ വിടാനും ലണ്ടനിൽ വിടാനും കാനഡ വിടാനും അങ്ങനത്തുള്ളത് പഠിപ്പിക്കാനല്ല നോക്കുന്നതിന്റെ കാര്യം എന്തുവാ? നിനക്ക് ദൈവജനമായിട്ട് ഒരു ബന്ധവും. പുറത്തേ നീ പാസ്സായിട്ടുള്ളൂ, അകത്ത് ആരുമായിട്ട് ബന്ധമില്ല. സ്വന്തം അപ്പോൾ എന്നോട് പറയാനുണ്ട്, പക്ഷെ എന്റെ മക്കളൊന്നും വരത്തില്ല. പക്ഷെ കാര്യം അവര് ഞങ്ങൾ അനുഭവിക്കുന്നത് എന്തോ അനുഭവിച്ചെന്നാ. സ്തോത്രം. ക്രിസ്തു നിനക്ക് വേണ്ടി അനുഭവിച്ചിട്ട് ഒരു അംശം അനുഭവിച്ചോ? ഈ തന്നെ ചിലപ്പോൾ പറയാറുണ്ട്, എനിക്ക് ആ ഒരു വാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി അനുഭവിച്ചിട്ട് ഒരു അംശം പോലും എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിൽ പോലും ഞങ്ങൾക്ക് കഷ്ടമുണ്ട്. സ്തോത്രം. ചില സാക്ഷ്യത്തിൽ മനസ്സിലായില്ലെങ്കിൽ ചിന്തിക്കണം. ആ സാക്ഷ്യം അതാ പറയുന്നത്, അതാ പറഞ്ഞോണ്ട് വരുന്നത്. കാര്യം എന്തുവാ? സ്തോത്രം. എനിക്ക് കറക്റ്റ് കാര്യമില്ലേ പറഞ്ഞു? എന്തോ അനുഭവിച്ചു. അതുകൊണ്ടാ 3 കൊല്ലം കൊണ്ട് മക്കളെ ലണ്ടനിൽ വിടാനും കാനഡ വിടാനും പഠിപ്പിക്കാൻ
പഠിപ്പിക്കാൻ നോക്കുന്നത്. കാര്യം എന്തുവാ? ഇവർക്ക് സഭയായിട്ട് ഒരു ബന്ധമില്ല. സഭ എന്തുവാന്ന് ഇവർക്ക് സഭ എന്തുവാന്ന് അറിയത്തില്ല. സഭയെ കുറെ പഠിപ്പിച്ചു വെച്ച പ്രമാണം എടുത്ത് അങ്ങോട്ട് പഠിപ്പിക്കുന്നതല്ല. അത് സഭയുമായിട്ട് ആഴമായിട്ട് ബന്ധമില്ല. അതിന്റെ കുഴപ്പം എന്തുവാ? ഡിഗ്രിയും വിദ്യാഭ്യാസവും അതുപോലെ പൊക്കോ ഉയരോ മാമി സൗന്ദര്യം എല്ലാം നോക്കി കണ്ടുപിടിക്കുന്നതിനുള്ള കുഴപ്പമാണ് സഭയ്ക്ക് ലഭിച്ചത്. പത്തനെയല്ല വേണ്ടത്. പത്തനെ കഴിവുള്ളത് ദൈവത്തിന് ഉപയോഗിക്കപ്പെടുന്നവനെ അല്ല വേണ്ടത്. അവർക്ക് പുറമേ ഉള്ള കഴിവുള്ളവനെയാണ് വേണ്ടത്. കാര്യം ഇത് പുറമേയുള്ള ജനത്തിന് വേണ്ടി ഞങ്ങളുടെ പാസ്റ്റർ രണ്ട് വാക്ക് പറയുന്നത് ഇഷ്ടം. സഭയ്ക്കകത്ത് ആത്മീയ ഉണർവുണ്ടാക്കുന്നതിനെയല്ല ഇഷ്ടം. ആത്മീയ ഉണർവുള്ളവരാണെങ്കിൽ ഒരിക്കലും മക്കളെ വിടത്തില്ല. കാര്യം എന്തോ ഏറ്റവും വലിയ ശ്രേഷ്ഠമേറിയ ജോലി ഇതാ മക്കളെ, ഇതിനപ്പുറമായ ഒരു ജോലിയില്ലെന്ന് പറഞ്ഞു. എന്റെ മക്കൾ കാണുന്നുണ്ട് എന്റെ കഷ്ടം എന്തുവാന്ന്. ഞാൻ ഓരോ ദിവസവും എങ്ങനെയാ കൊണ്ടുവന്നതെന്ന് അവർ കാണുന്നുണ്ട്. സ്തോത്രം. അതിലെ ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഈ പണി വേണ്ട, ഞങ്ങൾക്ക് ഈ പണി മതി എന്ന് പറയുന്നത്. കാര്യം എന്തുവാ? നമ്മൾ ക്രിസ്തുവിനെ കാണുന്നത് പോലെ നമ്മളെ തലമുറ കൊണ്ടുവരണം. കാരണം ദൈവത്തെ വചനത്തിനകത്ത് ഒന്ന് പറഞ്ഞേ, ക്രിസ്തുവിനെ ഞാൻ ധരിച്ചിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനെ ധരിച്ചതുകൊണ്ട് എന്നെ ഒരു ശക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തൊടുവാൻ കഴിയത്തില്ല. സ്തോത്രം. അവര് വന്നു, ഞങ്ങളുടെ അബ്രഹാമിന്റെ മക്കളാ. അതിനു മുമ്പേ യോഗനാസ്ഥാപകർ എന്നെ നോക്കി പറയുക, അബ്രഹാമിന്റെ മക്കൾ എന്ന പദവിയും കൊണ്ട് നീ ഒന്നിങ്ങോട്ട് വരാം. അബ്രഹാമിന്റെ മക്കളെ സ്വഭാവം കൊണ്ടേ വരാം. അബ്രഹാമിന്റെ സ്വഭാവം എന്തുവാ? സകല ചാർച്ചക്കാരെ ബന്ധുക്കളെ വിട്ട് അതുവരെ അനുഭവിച്ചിരിക്കുന്ന സ്വത്ത് സുഖങ്ങൾ വിട്ട് കർത്താവ് പറയുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു. നമ്മൾ പുറപ്പെടുവോ? പുതിയ നിയമസഭ പുറപ്പെടുവോ? ഇന്ന് പുതിയ നിയമസഭ വന്നതേ എന്തിനു വേണ്ടിയാ? ഇങ്ങോട്ട് കിട്ടാൻ. ഇങ്ങോട്ട് കിട്ടാൻ. എന്റെ മക്കളെ അയർലൻഡിൽ വിടണം, എന്റെ മക്കളെ ലണ്ടനിൽ വിടണം, എന്റെ മക്കളെ ഡോക്ടർ ആക്കണം, എന്റെ മക്കളെ എഞ്ചിനീയർ ആക്കണം, എന്റെ മക്കളെ ഇങ്ങനെ രീതിയിലാക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. സ്തോത്രം. ഒക്കുമെങ്കിൽ എനിക്ക് തോന്നുന്നു അമ്മയാളുടെ സ്തോത്രം ഇന്നലെ അടിച്ച ലോട്ടറി അടിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പൈസോ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് പോക്കറ്റിൽ വെച്ചിട്ട് ഈ കോടി അടിക്കണേ, അടിക്ക് വന്നെങ്കിൽ കർത്താവേ അമ്മ 3.5 കോടി അടിക്ക് വന്നെ 5 ലക്ഷം ദൈവത്തിനാണ്. എന്നിട്ട് പറയുക ഇത് അടിക്കുന്ന പാസ് ഞാൻ തരാം, പൈസ ഇത്രയും രൂപ തരാം. ഞാൻ എനിക്കത് വേണ്ട. പൈസലോ സ്തോത്രം. അത് വെക്കാൻ എനിക്ക് സ്ഥലമില്ല. പൈസലോ അത് വെക്കാനുള്ള സ്ഥലം എനിക്കില്ല, അതെനിക്ക് വേണ്ട. പൈസലോ ഒരുത്തന്റെ കണ്ണുനീരും കൊണ്ടുണ്ടാവുന്ന ഒരുത്തന്റെ നന്മ എനിക്ക് വേണ്ട. എനിക്ക് എന്റെ കണ്ണുനീരിൽ കിട്ടുന്ന നന്മ മതി. അതാര് തരുന്നുണ്ട്? എന്റെ ദൈവം തരുന്നുണ്ട്. എന്ന് ഞാൻ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അനേക കുടുംബത്തിന്റെ അവരുടെ നന്മയാണ്, അവരുടെ കുടുംബം അനുഭവിക്കേണ്ട കണ്ണുനീര ഇത് മേടിക്കുന്നത്. ആർക്കെങ്കിലും അടിക്കൂ സ്വന്തം. അല്ലെങ്കിൽ 10,000 പേര് എടുക്കുമ്പോൾ ഒരുത്തനായിരിക്കുന്നു, ഇല്ലയോ? അല്ലെങ്കിൽ 1,00,000 പേര് എടുക്കുമ്പോൾ ഒരുത്തനായിരിക്കുന്നു. ബാക്കിയുള്ളവന്റെ പൈസ മൊത്തം പോയി, നഷ്ടമായി. പിന്നെ ഇവര് ആഗ്രഹമാണ്, ഈ ഒരുത്തന്റെ ഫോട്ടോ കാണുമ്പോഴേ അവന് ആഗ്രഹമാണ്, പിന്നെയും പോയി ചെന്ന് വീഴും. ഇതൊരു അമികാലി സ്തോത്രം. എന്തുവാ ഇത്? വെറും അമികാലി സ്തോത്രം പാപത്തിന്റെ പണം. ഈ പണമല്ല ദൈവം നമ്മളെ സുരക്ഷിതമാക്കും. ഒരാളോട് പറയാ, ലോട്ടറി അടിച്ച പാസ് ഞാൻ ഹോള് പണിയാൻ പൈസ തരാം. ആ ഹോൾ എനിക്ക് വേണ്ട. ആ ഹോളില്ലെങ്കിൽ ഞാൻ ഓടി കിടന്നോളാം, കുഴപ്പമില്ല, എനിക്ക് വേണ്ട ആ പൈസ. സ്തോത്രം. പ്രാർത്ഥിച്ചാൽ മതി. ഇതുപോലെ ലോട്ടറി അടിക്കാൻ ഞാൻ ഈ പ്രാർത്ഥിക്കാൻ പോവാ. പ്രൈസോ എന്തൊക്കെ പണിയാണ് തന്നിരിക്കുന്നത്. ലോട്ടറി അടിക്കുക, അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. പ്രൈസോ ലോട്ടറിന്റെ നമ്പർ വരെ നീ പ്രവേശിച്ചു കൊടുക്കേണ്ടി വരും. ആ രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുക. മക്കളെ, കർത്താവ് നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ കൂടെ ഉണ്ട്. അബ്രഹാമിനെ ഇത്രയും ക്വാളിറ്റി വന്ന് എന്തുവാ? അബ്രഹാമിനോട് ദൈവം ഡയറക്റ്റ് സംസാരിച്ചതിന്റെ കാര്യം എന്തുവാ? നമ്മളോട് ദൈവം ഡയറക്റ്റ് സംസാരിക്കും. ദൈവം ഇടപെടും. നമ്മൾ ദൈവത്തോട് അടുത്തിരുന്നാൽ ഇടപെടും. അത് അനുഭവിച്ചവനാണ് ഞാൻ. എന്നോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. ആ ശബ്ദം കേട്ടാൽ ഞാൻ പുറത്തു വന്നത്. ആ ശബ്ദം പോലെ ഇന്ന് എന്നോട് ദൈവം സംസാരിക്കാറില്ല. ഇന്ന് പലതും വെളിപ്പെടുത്തി തരാറേ ഉള്ളൂ. മറ്റേന്ന് പറഞ്ഞാൽ ഇറങ്ങി വന്ന് ഒരുവൻ സംസാരിക്കുന്ന പോലെ എന്റെ കൂടെ ഇന്ന് സംസാരിക്കുന്നത്. ഇന്ന് എനിക്കത് വെളിപ്പെടുത്തി തരത്തേ ഉള്ളൂ. സ്തോത്രം. എന്തു കാര്യം എന്തുവാ? ദൈവം അബ്രഹാമിനോട് സംസാരിച്ച പോലെ സംസാരിക്കണമെങ്കിൽ അബ്രഹാമിന്റെ സ്വഭാവം ആർക്കുണ്ടാവണം? ദൈവം എന്തു പറഞ്ഞാലും ചെയ്യാൻ തയ്യാറാവും. അതുകൊണ്ട് പുതിയ നിയമസഭയ്ക്കകത്ത് പറഞ്ഞേ, കർത്താവിനെ ക്രൂശിൽ ഇറങ്ങിയാൽ അപ്പനെയും അമ്മയും സഹോദരൻ സഹോദരി ബന്ധുബന്ധുക്കാദികൾ ഭാര്യ മക്കള് സ്വത്ത് സുഖങ്ങളെല്ലാം വിട്ട് എന്റെ പിന്നാലെ വരുന്നവന് ഞാൻ 100 മടങ്ങ് ലഭിക്കും. വേണ്ട. ദൈവത്തിന്റെ വചനത്തിനകത്ത് ഒരു ഉപമ പറയുന്നുണ്ട്. ഒരുവൻ വന്നിട്ട് കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവേ സ്വർഗരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? കർത്താവ് പറഞ്ഞു, സ്തോത്രമാല, നീ പാപം ചെയ്യരുത്, നീ കള്ളം പറയരുത്, നീ കബളിപ്പിക്കല്ലേ, നീ വക്രബുദ്ധി കാണിക്കല്ലേ, ഇങ്ങനെ കൊണ്ടുള്ള പാപത്തിന്റെ ലിസ്റ്റ് എല്ലാം കൊണ്ട് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതൽ ചെയ്യുന്നതാണ്. അതിന് മുമ്പേ ഒരു വന്ന യുവാവിന്റെ സ്തോത്രം ആദരിയാണ്. ഇപ്പോഴത്തെ ഒരു കാര്യം ചേർക്കുന്നുണ്ട്, ധനികനായ യുവാവ്. സ്തോത്രം. അവൻ വന്ന് പറയുക, ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതൽ ചെയ്യുന്നതാണ്. അപ്പൊ ഇനി ഞാൻ സ്വർഗരാജ്യം അവകാശമാക്കുമല്ലോ.
കർത്താവായ യേശുവിനെ പറയുക, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് നീ എന്റെ പുറകെ വാ, നിനക്ക് സ്വർഗ്ഗരാജ്യം. സ്തോത്രം. ആ യുവാവ് എന്ത് ചെയ്തു? തിരിച്ച് മടങ്ങിപ്പോയി. കാര്യം എന്തുവാ? അതിനകത്ത് അടുത്ത വാക്യത്തിനകത്ത് പറയുന്നു, ധനം ഒരുപാടുള്ളത് യുവാവ, അവൻ ആർക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ആർക്കും കൊടുത്ത് സഹായിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ആ ജീവിതം വേണ്ട, അങ്ങനെ യേശുവിനെ വേണ്ട, എനിക്ക് ധനത്തോടൊപ്പം യേശുവിനെ വേണ്ട. അപ്പൊ അതിന്റെ കാര്യം എന്തുവാ? അതുകൊണ്ട് അടുത്ത വാക്യത്തിനകത്ത് കർത്താവ് പറയുന്നു, ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത് പ്രയാസം. കാര്യം ധനത്തിന്റെ പിന്നാലെ പോകുന്നവനെ ദൈവത്തിന് വേണ്ട. ദൈവത്തിന്റെ പിന്നാലെ പോയി ധനം ഉണ്ടാവുന്നതിന് ദൈവത്തിന് വേണം. ദൈവത്തിന്റെ പിന്നാലെ പോകുന്നവന് ധനവും ദൈവം കൊടുക്കും, സമ്പത്തും കൊടുക്കും, ആരോഗ്യം കൊടുക്കും, ആയുസ് കൊടുക്കും, സന്തോഷം കൊടുക്കും, സമാധാനം കൊടുക്കും. ആരുടെ പിന്നാലെ പോയാൽ ദൈവത്തിന്റെ പിന്നാലെ പോകും. അവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്, അല്ലാത്തവരെ വേണ്ട. അബ്രഹാം പിതാവിന് ഇതെല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ അബ്രഹാം പിതാവിന് സ്വത്തോ അല്ലെങ്കിൽ പിതൃഭവനമോ അല്ലെങ്കിൽ ബന്ധുക്കളോ ചാർച്ചക്കാരോ ഒന്നുമല്ല അബ്രഹാം പിതാവ് നോക്കിയത്. ഇതിനെല്ലാം അപ്പുറമായിട്ട് ആരെ കണ്ടു? ദൈവത്തെ കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ മക്കളെ, ഓരോ ശുശ്രൂഷകന്റെ മക്കളെ ദൈവത്തിലേക്ക് വിടണമെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ ആരെ കാണണം? ദൈവത്തെ കാണണം. ദൈവത്തെ കാണണം. ആ ദൈവത്തെ കണ്ട് ഇറങ്ങി തിരിക്കുന്നവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണം. ദൈവത്തിന് വേണം. അങ്ങനെ ഇറങ്ങി തിരിക്കുന്നവനെ ആർക്ക് വേണം? സ്തോത്രം. ഇത് പകലോർത്തോ, അല്ലാത്തവനെ ആർക്ക് വേണ്ട? കർത്താവിന് വേണ്ട. അബ്രഹാമിനോട് ദൈവം സംസാരിക്കണമെങ്കിൽ അബ്രഹാമിന് ഒരു ക്വാളിറ്റി ഉണ്ട്. ദൈവം പറയുന്നത് എന്ത് ചെയ്യും. അതിനകത്ത് സ്വത്ത് ഒരു വിഷയമല്ല, പിതൃഭവനം ഒരു വിഷയമല്ല, ബന്ധുമിത്രാദികൾ ഒരു വിഷയമല്ല, നന്മ ഒരു വിഷയമല്ല, ഭവനം ഒരു വിഷയമല്ല. അത് കഴിഞ്ഞപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞു, ദൈവത്തിന്റെ വചനത്തിനകത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അബ്രഹാം പിതാവ് അതുവരെ നല്ലൊരു വീട്ടിൽ കിടന്ന അബ്രഹാം പിതാവ് പിന്നൊരു വീട്ടിൽ കിടന്നിട്ടില്ല. അബ്രഹാം പിതാവ് കൂടാരം അടിച്ച് ഓരോ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി. കർത്താവ് പറയും, ഇവിടെ കുറച്ച് നാൾ താമസിക്കും. കർത്താവ് മതിയണ, ഇനി അപ്പുറത്തോട്ട് പോകും. കാര്യം എല്ലാം ഓരോ സ്ഥലങ്ങളിലേക്ക് വായിക്കുക. അവിടെ ദൈവത്തിന്റെ സാക്ഷിയാട്ട ദൈവം അയക്കുന്നത്, ദൈവത്തിന്റെ പുരുഷനാട്ട ദൈവം അയക്കുന്നത്. ദൈവ പുരുഷൻ വരുന്നു എന്ന് പറയുന്ന രീതിയിൽ അബ്രഹാമിന് ദൈവം സാക്ഷ്യം കൊടുത്തിരിക്കുന്നത്. ആ സാക്ഷ്യത്തിന് വേണ്ടി ദൈവം അയക്കുന്നത്. ഇന്ന് പ്രിയ ദൈവമക്കളെ, ദൈവത്തെ അറിഞ്ഞ ദൈവം ജനമേ, ഇന്ന് നീ വസിക്കുന്ന ദേശത്ത്, നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ ബന്ധുമിത്രാദികളുടെ മധ്യയിൽ നീ യേശുവിനെ ധരിച്ച സാക്ഷ്യം നിനക്കുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പകരം നീ ആ സാക്ഷ്യത്തിന് വേണ്ടി ഉള്ളവാണ്, ദൈവത്തിന്റെ സാക്ഷ്യത്തിന് ഉള്ളവാണ്. അല്ലാതെ ബന്ധുക്കാരെ സൂചിപ്പിക്കാതെ, നാട്ടുകാരെ സൂചിപ്പിക്കാതെ, കൂട്ടുകാരെ സൂചിപ്പിക്കുവാൻ നീ ജീവിക്കുന്നത്. യേശുവിനെ സുഖിപ്പിക്കുവാൻ, യേശു ആഗ്രഹിക്കുന്ന പ്രകാരം യേശുവിന്റെ സാക്ഷിയായി തീരുവാനാ എന്നെ നിങ്ങൾ ദൈവം വിളിച്ചിരിക്കുന്നത്. ഈ ഒരു സാക്ഷിയായി തീരണം. കൊട്ടാരക്കര പട്ടണത്തിലൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊട്ടാരക്കര പട്ടണത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ദൈവത്തിന്റെ സമയം വലത്തോട്ടോ ഇടത്തോട്ടോ നോക്കാറില്ല, ആരെ വൈദ്യാറില്ല. യേശുവിനെ നോക്കിയാ പോകുന്നത്, ദൈവത്തിന്റെ വചനത്തെ നോക്കിയാ പോകുന്നത്, ദൈവത്തിന്റെ വചനത്തെ ഭയപ്പെടത്തുള്ളൂ, ദൈവത്തിന്റെ വചനത്തിന് വില കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നത് സാക്ഷ്യം ഈ സഭയ്ക്ക് വേണം. അതിനെ കർത്താവ് ഈ സഭയെ വിളിച്ചിരിക്കുന്നത്. എനിക്ക് സ്തോത്രമാരെ ഒരുപാട് സഭയെ പറ്റി പഠിക്കാൻ ദൈവം എനിക്ക് പഠിപ്പിച്ചു. ഒരുപാട് പെന്തിക്കോസ്ത് സഭ മുന്നേ ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം വിശുദ്ധരാണ്. ഇതൊന്നും വിശുദ്ധരല്ല എന്ന് ആര് പഠിപ്പിച്ചു? കർത്താവ് പഠിപ്പിച്ചു. കാര്യം എന്തുവാ? സ്തോത്രമാല ഇൻഡിപെൻഡന്റ് ഒറ്റയ്ക്ക് നിന്നപ്പോഴേ ഇതെല്ലാം പഠിക്കാൻ പറ്റും. സ്തോത്രമാല പണ്ട് ചർച്ചക്കോടിനകത്ത് നിൽക്കുമ്പോൾ ഇതൊന്നും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇൻഡിപെൻഡന്റ് നിന്നപ്പോഴേ എനിക്ക് മനസ്സിലായേ ഇതെല്ലാം അമികാല സ്തോത്രമാല കാണുന്നതൊന്നും പാലല്ല, വെളുത്ത് കാണുന്നതൊന്നും പാലല്ല. അമികാല സ്തോത്രം പാലെന്തെന്ന് നീ രുചിച്ചറിയണം. ആ രുചിച്ചറിയുന്നതേ പാലാവത്തുള്ളൂ, ബാക്കിയുള്ളതൊന്നും പാലല്ല. സ്തോത്രം. പേരുകൊണ്ട് സ്തോത്രം ദൈവത്തിന്റെ പൈതൽ എന്ന് പറയുന്നവനെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. പ്രവൃത്തി കൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ട. എന്ന് പകലോർത്തോ, ഞാൻ പ്രവൃത്തി ദൈവത്തിന് വേണ്ടി. ഇന്ന് നമ്മളെ എവിടെ ചെന്നാലും നമ്മളെ കുറിച്ച് സാക്ഷ്യം ഉണ്ടാവും. അവനെന്ത് ചെയ്യത്തില്ല, അവനെ അതിന് വിളിച്ച വരത്തില്ല എന്ന് പറയണം. എന്ത് ചെയ്യണം? നമ്മൾ ജീവിച്ച് കാണിക്കണം. അവനെ വിളിച്ച വരത്തില്ല, അവനെ അതിനകത്തൊന്നും നിൽക്കത്തില്ല, അവൻ ഇന്ന കാര്യത്തിനൊന്നും അവനെ കിട്ടത്തില്ല. വേറൊരാള് പറയുക അവൻ ഇന്നടുത്തുണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും കാണത്തില്ല. കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ് എന്ന് ആരെ കുറിച്ച് പറയണം? നമ്മളെ കുറിച്ച് പറയണം. കാര്യം എന്തുവാ? നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചവർ. ഇന്ന് പ്രിയ മക്കളെ, നമ്മുടെ പ്രാർത്ഥന മണിക്കൂറുകൾ കൂട്ടിയുകൊണ്ട് കാര്യമില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് കർത്താവിന് മനസ്സറിയണം.
മനസ്സറിയണം എന്ത് ചെയ്യണം? കർത്താവിന്റെ ഇഷ്ടം നമ്മൾ പൂർണ്ണമായി ചെയ്യുന്നവരാണെങ്കിൽ നിശ്ചയമായി ആർക്ക് മനസ്സറിയും? ദൈവത്തിന്റെ മനസ്സറിയും. ദൈവത്തിന്റെ മനസ്സറിഞ്ഞാൽ നമുക്ക് വിടുതല. ദൈവത്തിന്റെ മനസ്സറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് നിർത്തല. ദൈവത്തിന്റെ മനസ്സറിഞ്ഞാൽ നമ്മുടെ രോഗം മാറും, ക്ഷീണം മാറും, നമ്മളെ കടഭാരങ്ങൾ മാറും, സാമൂഹിക പ്രതികൂലങ്ങൾ മാറും. നിശ്ചയമായി ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും ആർക്ക് പ്രാപിക്കാൻ പറ്റും? ഓരോ സൺഡേ മീറ്റിംഗും പ്രാധാന്യം എന്ന് പറയുന്നതാ. എന്തുവാ? കഴിഞ്ഞ ആഴ്ച വരെ നീ എങ്ങനെയോ ആയി, കഴിഞ്ഞ ആഴ്ച നീ ഓടിയതെല്ലാം ആർക്ക്? ദൈവം നിന്നെ കരുതിയത് കൊണ്ടാണ് നീ ഓടിയതും വന്നതും ജീവനോടല്ല ഇരിക്കുന്നത്. ഞായറാഴ്ചയുള്ള ഒരു ദിവസം 3 മണിക്കൂർ അതിട്ടുണ്ട്. ഈ 3 മണിക്കൂർ ആരെ സ്തുതിക്കാവുന്ന? ദൈവത്തെ ആരാധിക്കാവുള്ള, ദൈവത്തെ സ്തുതിക്കാവുള്ള. അവിടെ നമ്മൾ കുറവുകൾ ഏറ്റു പറഞ്ഞു, നമ്മളെ ഒന്നുകൂടെ ശുദ്ധി പ്രാപിച്ച്, നമ്മളെ ബലഹീനകളെ ഒന്ന് കഴുകിക്കളഞ്ഞ്, നമ്മളെ ഒന്ന് ബലപ്പെടുത്തി ശക്തി പ്രാപിച്ച്, വചനം കേൾക്കുന്നതിന് വേണ്ടിയാ. വചനം തരുമ്പോൾ നമ്മളെ ബലപ്പെടുത്തുക, ശക്തിപ്പെടുത്തുകൊണ്ടിരിക്കുക, വചനം നമ്മളെ ഒന്ന് മാറ്റിക്കൊണ്ടിരിക്കുക. അതിനെല്ലാം കൊണ്ട് ഒരുക്കി അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഒരിക്കലും ബലം പ്രാപിക്കത്തുള്ളൂ. അല്ലെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ദൈവത്തെ പ്രാപിക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഇന്ന് ഇവർക്ക് സ്നാനപ്പെടുത്താത്തതിന്റെ മെയിൻ കാര്യം ഇതാ. അമേകാലിൽ ഇവർക്ക് പിതാവായിട്ട് അബ്രഹാം ഉണ്ടെന്നുള്ള നിഗളമാണ് അവർക്കുള്ളത്. പക്ഷെ പിതാവായ അബ്രഹാമിന്റെ സ്വഭാവം ആർക്കില്ല? അവർക്കില്ല. അവരെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. സ്തോത്രം. അയ്യോ സ്നാനപ്പെടുത്തുമ്പോഴേ ഇപ്പം സ്നാനപ്പെടുത്താതെ പറഞ്ഞ ആരെയും പിടിച്ച് സ്നാനമൊന്നും പെടുത്തിയിട്ടില്ല. അങ്ങനെ ആരെയും സ്നാനപ്പെടുത്തുന്നില്ല. സ്നാനപ്പെടുത്തുന്ന യോഹന്നാൻ എന്ത് ചെയ്യുക? ആളെ നോക്കി, സ്വഭാവം നോക്കി, അവരുടെ പ്രവൃത്തി കണ്ടാണ് ആരെ സ്നാനപ്പെടുത്തുന്നത്. സ്തോത്രമാലിയ. ഞാൻ ഓർക്കാറുണ്ട്, ഈ പള്ളിക്കകത്ത് ഒരു ശിശുസ്നാനവും ഒരു കാര്യത്തിനകത്ത് ഞാൻ സന്തോഷിക്കുന്നു. ആ ശിശുസ്നാനത്തെ സ്തോത്രം ഞാൻ അംഗീകരിക്കുന്നതിൽ ഒരു കാര്യത്തിനകത്ത് ഞാൻ സന്തോഷിക്കുന്നുണ്ട്. എന്തുവാന്നുണ്ട്? സ്നാനം എന്ന് പറയുന്നത് നിനക്ക് തിരിച്ചറിവ് ഉണ്ടായിട്ട് ദൈവം ആരെന്ന് തിരിച്ചറിഞ്ഞിട്ട് പെടുന്ന സ്നാനം. അവനാണ് ദൈവത്തിന്റെ പൈതൽ. ശിശുസ്നാനം എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യത്തിനകത്ത് ഞാൻ സന്തോഷിക്കുന്നു. ആ മാതാപിതാക്കൾ അവരെ ശിശുസ്നാനം ചെയ്യുമ്പോൾ എന്തുവാ? അവൻ ജനിച്ച ഉടനെ അവന് തിരിച്ചറിയുന്നത് മുമ്പേ തന്നെ അവൻ അപ്പനല്ല അമ്മയാണെന്ന് പോലും അറിയുന്ന മുമ്പേ അവരെ പിടിച്ച് പള്ളിക്കകത്ത് കൊണ്ട് സ്നാനപ്പെടുത്തുമ്പോൾ ഒരു കാര്യമുണ്ട്. ഒരു കാര്യത്തിനകത്ത് ഞാൻ സന്തോഷിക്കുന്നുണ്ട്. എന്റെ മോനോ എന്റെ മോളോ ദൈവത്തിന്റെ പൈതലായി വളരണം, ക്രിസ്ത്യാനിയായിട്ട് വളരണം, വേറെ രീതിയിലാക്കി വളരണ്ട എന്ന് പറഞ്ഞ് അവരെ എന്ത് ചെയ്യുക? യേശുവിന്റെ രക്തത്താൽ സമർപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. ആ കുഞ്ഞിനെ വഴിതെറ്റിപ്പാൻ ദൈവം സമ്മതിക്കത്തില്ല. സ്നാനം എന്ന് പറഞ്ഞാൽ അതല്ല. സ്നാനം എന്ന് പറഞ്ഞാൽ തിരിച്ചറിയണം, അവന്റെ പാപത്തെ തിരിച്ചറിയണം, ബോധം തിരിച്ചുണ്ടാവണം. അത് അപ്പനും അമ്മയും പറഞ്ഞിട്ടല്ല സ്നാനപ്പെടുന്നത്. അവൻ സ്വയമേ തോന്നി, ഞാൻ ഇനിയും ദൈവത്തിന്റെ പൈതല, ഞാൻ മാതൃകയോട് ജീവിക്കേണ്ട, ദൈവത്തിന്റെ സാക്ഷിയായി ജീവിക്കേണ്ട, പൂർണ്ണമായി തിരിച്ചറിഞ്ഞ് സ്നാനപ്പെടുന്നവരെയാണ് പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. മറ്റേ കഴുകലും തുടപ്പലേ ഉള്ളൂ. ഇത് കഴുകലും തുടപ്പമല്ല. മുങ്ങി എഴുന്നേറ്റ് വരണം. നിന്റെ പാപത്തെ, പഴയ മനുഷ്യനെ ആ വെള്ളത്തിനകത്തെ താക്കണം. അതിനെ ചവിട്ടി കൊന്നിട്ട് പുത്തൻ മനുഷ്യനായി പുറത്തു വരണം. പുത്തൻ മനുഷ്യനായി എങ്ങനെ പുറത്തു വരേണ്ടത്? നസറേയനായ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരണം. പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെയാണ് ധരിച്ചിരിക്കുന്നത്? ക്രിസ്തുവിനെയാണ് ധരിച്ചിരിക്കുന്നത്. ആ ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരണം. അവിടെയാണ് ആർക്ക് വേണ്ടത്? സർവശക്തനായ ദൈവത്തിന് വേണ്ടത്, പ്രയോജനപ്പെടുന്നത്. ഇന്ന് ഞാൻ പെന്തിക്കോസ്തുകാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ബഥേൽ വർഷിപ്പ് സെന്ററിൽ പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ്. ഞാൻ ദൈവമായിട്ടുള്ള ആഴമായ ബന്ധമുണ്ട്. സഭയായിട്ട് മാത്രമല്ല, ഞാൻ ദൈവമായിട്ട് എനിക്ക് ആഴമായ ബന്ധമുണ്ട്. എന്നെ വിളിച്ചിരിക്കുന്ന ക്രിസ്തുവാ, ഞാൻ ക്രിസ്തുവിന്റെ ദൈവമേതല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരെയാണ് ആർക്ക് വേണ്ടത്? കർത്താവിന് വേണ്ടത്. അല്ലാത്തവരെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ചിലർ മിടുക്കന്മാരെ പോലെ നിന്ന് പലതും വന്ന് പറയാറുണ്ട്. അതിലൊന്നും വീണ് പോലും ദൈവമക്കളെ, അവരുടെ മിടുക്ക് കാണാനല്ല നമ്മൾ വന്നിരിക്കുന്നത്. നസറേയനായ യേശുവിന്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. യേശു നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ ഭവനത്തിന്റെ നായകനാണെങ്കിൽ, ഒരു ശത്രുവിനും നമ്മുടെ ഭവനത്തെ നിയമത്തില്ല, കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. ദൈവം ഒരു വട്ടം തന്നെ വിളിച്ചു വേർതിരിച്ച് തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ദൈവം കൈവിടത്തില്ല. ഒരു കാലത്തിന് കൈവിടത്തില്ല. അവസാനത്തോളം നിന്നെ ചുമക്കും. നിന്നെ അവസാനത്തോളം മാത്രമല്ല ചുമക്കുന്നത്, കർത്താവ് വരുമ്പോഴും നിന്നെ ചേർത്തോളും. നിന്റെ ചില ബലഹീനങ്ങളും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും നീ തിരിച്ചറിഞ്ഞ് അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നിന്റെ കുടുംബത്തെ ആരനുഗ്രഹിക്കും? കർത്താവ് അനുഗ്രഹിക്കും. എഴുന്നേൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസ്ഥലേക്ക് ഒന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നത്തെ പകലത്തെ പ്രാർത്ഥന ഓരോ കുടുംബത്തിനും ഒരു അനുഗ്രഹമാവട്ടെ. ഓരോ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ മഹത്വം ഉണ്ടാവട്ടെ. ഇന്ന് പകൽ ഞങ്ങൾ ഏറ്റു പറയുന്ന കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ
ഏറ്റു പറയുന്നു കർത്താവേ, നിങ്ങൾ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകരം ഞങ്ങളോട് നിങ്ങൾ ക്ഷമിക്കണേ അപ്പാ. അപ്പാ കുറവുകളെ ഒന്ന് ക്ഷമിക്കണേ അപ്പാ. എന്റെ കൂടെ യേശു ഉണ്ട്, ഞാൻ യേശുവിന്റെ മണവാട്ടിയാണ് അപ്പാ. എന്നെ തൊടാൻ എന്നെ മണവാളനെ അനുവദിക്കത്തില്ല അപ്പാ. മണവാളിനെ തൊടാതെ എന്നെ തൊടുവാൻ അനുവദിക്കത്തില്ല അപ്പാ. മണവാളിനെ ആർക്കും തൊടുവാൻ കഴിയത്തില്ല. ഈ പ്രവചനത്തിന്റെ സൃഷ്ടാവാണ് മണവാള്, സകലനെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് മണവാള്. ആ മണവാളന്റെ കൂടെയുള്ള കാലത്തോളം എന്നെ എന്റെ കുടുംബത്തെ തൊടുവാൻ കഴിയത്തില്ല. ഇന്ന് പകരം അതിനെതിരെ നിൽക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും തളർന്നുമാറട്ടെ. അതിനെതിരെ നിൽക്കുന്ന നിന്ദകൾ തളർന്നുമാറട്ടെ. അതിനെതിരെ നിൽക്കുന്ന പരിഹാസങ്ങൾ തളർന്നുമാറട്ടെ. അതിനെതിരെ നിൽക്കുന്ന മുൻവിധികൾ